അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ലൈവിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. അപ്പൊ മക്കളെ, എക്സാമിന് വേണ്ടിയിട്ടുള്ള പക്ക ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് +2 ബോട്ടണിയില് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കാണാനായിട്ട് പോകുന്ന 30 പക്ക ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൈവിന്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ മക്കളെ, ഫുൾ മാർക്ക് എന്ന് പറയുന്നത് ഷുവർ ആണ്. ഇത് മിസ് തരുന്ന ഉറപ്പാണ്. അപ്പൊ വേഗം തന്നെ എല്ലാവരും എന്ത് ചെയ്യാ, വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. റെഡി? യെസ്, ഓക്കെ. നിങ്ങളൊക്കെ മിസ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും പേരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇന്ന് വേറെ വർത്താനങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്ന് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, അതേപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഈ ഒരു 3 ചാപ്റ്ററിലെ 10+10+10, അതായത് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ക എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു നോട്ടും പെന്നും ഒക്കെ എടുത്ത് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ വേഗം ലെക്ചർ നോട്ട് ആയിട്ടൊക്കെ ഒന്ന് എഴുതി എടുക്കാം കേട്ടോ. സുവോളജി ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? സുവോളജിയുടെ മെഗാ മാരത്തോണും ആയിട്ട് നാളെ മിസ് തന്നെ വരുന്നുണ്ടായിരിക്കും. കംപ്ലീറ്റ് ചാപ്റ്റർ പ്ലസ് ക്വസ്റ്റ്യൻസ് ഉള്ള റിവിഷൻ ആയിട്ട് നാളെ 7 മണിക്ക് നിങ്ങൾ ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ സുവോളജി ഇവിടെ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റഡി പ്ലാനും നാളെ പറഞ്ഞു തരൂ കേട്ടോ. ഫൈനൽ ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കുറച്ചധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. സോ ഇനിയുള്ള ആ ഒരു ഫൈനൽ ഡേയ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള പക്ക സ്റ്റഡി പ്ലാൻ നമ്മൾ പറഞ്ഞു തരും. അതേപോലെ സുവോളജിയുടെ മെഗാ മാരത്തോൺ ലൈവ് നാളെ ഉണ്ടായിരിക്കും. സോ കറക്റ്റ് 7 മണിയാകുമ്പോൾ ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ സുവോളജി നമ്മൾ സെറ്റ് ആക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അധികം സംസാരിച്ച് സമയം കളയുന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്. സോ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അതേപോലെ സ്കൂൾ ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നാളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാനായിട്ട് പോകുന്ന 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒറ്റ ലൈവില് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണെന്ന് എല്ലാവരുടെ പറയാം. യെസ്, റെഡി? ഹലോ, ഹായ്, ഹലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ തുടങ്ങാണ് മക്കളെ. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യെസ്, സുവോളജിയുടെ ലൈവ് നാളെ നമുക്ക് സെറ്റ് ആക്കാം. നാളെ 7 മണിക്ക് ഇങ്ങോട്ട് വരിക. സുവോളജിയുടെ അടിപൊളി ലൈവ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്, നെക്സ്റ്റ് വീഡിയോ സുവോളജി തരാതെ മിസ് പോവോ? സുവോളജിക്ക് അവിടെ സെറ്റ് ആണ്. റെഡി? അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും എക്സാമിന് ഈ ഒരു പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രോസസ്, നെയിം ABC. അപ്പൊ ഏതാണ് പ്രോസസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വേഗം പറഞ്ഞോ. അതായത് ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടപ്പേ എന്ന് പറഞ്ഞ് ലൈവ് ചാറ്റിൽ ആൻസർ ഒക്കെ ഇടാം കേട്ടോ. ഓക്കെ, ലാംഗ്വേജ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും കേട്ടോടാ. ലാംഗ്വേജ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. റെഡി? നിങ്ങൾ പടപടി. യെസ്, വെരി ഗുഡ്. അതിഥിയാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് നമ്മുടെ പ്രോസസ്? PCR അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ABC ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ A, ഇത് B, ഇത് C. അപ്പൊ വേഗം പറഞ്ഞോ, PCR-ന്റെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാടാ? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡീനാച്ചുറേഷൻ. സോ A is denaturation. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് അനിലിംഗ്. സോ B is annealing. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ആണ് എക്സ്റ്റൻഷൻ. സോ ഡീനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ ABC എന്ന് പറയുന്നത്. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ ആദ്യം സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നു, നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട്. ദെൻ അതിലേക്ക് നമ്മൾ പ്രൈമേഴ്സ് ആഡ് ചെയ്യുന്നു. അതേപോലെ ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന DNA പോളിമറൈസ് എൻസൈം ആഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു കോപ്പി കിട്ടുന്നു അല്ലെ? DNA-ന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്ന പരിപാടിയാണ് എന്ത്? നമ്മളുടെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്ന പരിപാടിയാണ് ഒരു PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? DNA-ന്റെ കുറെ കോപ്പീസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു PCR ചെയ്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്നാണെങ്കിൽ നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ പ്ലാസ്മിഡ് എന്നാണ് ചോദിച്ചത്. എന്താണ് പ്ലാസ്മിഡ്? വേഗം പറഞ്ഞേ. എന്താണ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ? പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA ആണ് അല്ലെ? എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA പ്രസന്റ് ഇൻ സം ബാക്ടീരിയ. നമ്മുടെ ബാക്ടീരിയയിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള, അതായത് അവരുടെ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള സർക്കുലാർ DNA-നെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാസ്മിഡ് എന്ന് പറയാ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? യെസ്, വെരി ഗുഡ്. ഓട്ടോണോമസ്ലി
റെപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. ഇവരെന്താണ്? ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റഡ് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. സോ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം 3 ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആ ഒരു 3 ഫീച്ചേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ORI വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. അതേപോലെ നമുക്ക് സെലക്ടബിൾ മാർക്കർ വേണം അല്ലെ. അതായത് ട്രാൻസ്ഫോമൻസിനെ നോൺ ട്രാൻസ്ഫോമൻസിനെ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? സെലക്ടബിൾ മാർക്കർ വേണം. ദെൻ നമുക്ക് ക്ലോണിംഗ് സൈറ്റ് വേണ്ടേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പോയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ ഒക്കെ അവിടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? യെസ്, വെരി ഗുഡ്, നമുക്ക് ക്ലോണിംഗ് സൈറ്റ് വേണം. ഓക്കെ, അതേപോലെ വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ഈ ഒരു 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI, സെലക്ടബിൾ മാർക്കർ, അതേപോലെ ക്ലോണിംഗ് സൈറ്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പക്ക ക്ലിയർ ആണെന്നാണെങ്കിൽ എല്ലാവരും നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു ഫയർ ഒക്കെ തന്നു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഫയറോടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ready? Yes. Okay. Yes. Very good. Ready? Clear? അങ്ങനെയാണെന്നാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചോ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഒരു 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. എ മൾട്ടിനാഷണൽ കമ്പനി സക്സസ്ഫുള്ളി ക്ലോൺ എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഓൾസോ ഒപ്റ്റിമൈസ് ദ കണ്ടീഷൻസ് ടു ഇൻഡ്യൂസ് ദ എക്സ്പ്രഷൻ ഓഫ് ടാർഗറ്റ് പ്രോട്ടീൻ. ഒന്നും മനസ്സിലായില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല, നമ്മൾ ABCD ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. എ ക്വസ്റ്റ്യൻ, നെയിം ദ അപ്പാരറ്റസ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോട്ടീൻ. അതായത് നമ്മുടെ റീകോംബിനന്റ് പ്രോട്ടീൻസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് കുറച്ചൊന്നും പോരാ, ലാർജ് സ്കെയിൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കണം. സോ ഈ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതാണെന്നാണ് ചോദിച്ചത്. യെസ്, നമ്മുടെ സ്വന്തം ബയോറിയാക്ടർ ആണ് അല്ലെ. ബയോറിയാക്ടർ എന്ന് പക്ക നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അപ്പാരറ്റസ്. ഈ ഒരു അപ്പാരറ്റസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ് ബയോറിയാക്ടേഴ്സ് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഈ ഒരു ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻടു പ്രോഡക്ട്സ് അല്ലെ. ബയോ റിയാക്ടറിൽ വെച്ചിട്ട് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബയോളജിക്കലി എന്തായിട്ട് മാറാണ്? പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ മാക്സിമം ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടെമ്പറേച്ചർ, pH, സോൾട്ട്, വൈറ്റമിൻസ് തുടങ്ങിയ എല്ലാ ഒപ്റ്റിമൽ കണ്ടീഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് നമ്മുടെ ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ദ വെസൽ ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻടു സ്പെസിഫിക് പ്രോഡക്ട്സ് യൂസിംഗ് മൈക്രോബിയൽ, പ്ലാന്റ്, animal or human cell. And a bioreactor provides optimal conditions for achieving the desired product by providing optimum growth condition like temperature, pH, substrate, salt, vitamins, oxygen, etc. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ബയോറിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചിരിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നോട്ട് ചെയ്യാതെ എക്സാമിന് നിങ്ങൾ പോകരുത് കേട്ടോ. കാരണം ഇത് നിങ്ങൾ നോക്കാതെ പോയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അപ്പൊ അങ്ങനെയാണെന്നാണെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ കട്ടായി പോകുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കട്ടായി പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സെറ്റ് ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ. എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താ? ബയോറിയാക്ടർ ആണ്. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ് അല്ലെ. 2 ബയോറിയാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഉണ്ട്, സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഉണ്ട്. അതിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിലാണ്. അതിൽ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മോട്ടോർ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മോട്ടോർ ആണ് നമുക്ക് ഇവിടെ എ തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫോം ബ്രേക്കർ ആണ് ബി എന്ന് പറയുന്നത്. ഫോം ബ്രേക്കർ ആണ് ബി തന്നിട്ടുള്ളത്. സി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പല്ലർ ആണ് അല്ലെ. ഫ്ലാറ്റ് ബ്ലേഡഡ് ആയിട്ടുള്ള ഇമ്പല്ലർ ആണ് നമുക്ക് സി തന്നിട്ടുള്ളത്. ആൻഡ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ആസിഡ് അല്ലെങ്കിൽ pH കൺട്രോൾ സിസ്റ്റം ആണ്. ആസിഡ് അല്ലെങ്കിൽ ബേസ് ഫോർ pH കൺട്രോൾ സിസ്റ്റം ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഡി തന്നിട്ടുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എ മോട്ടോർ ആണ്, ദെൻ ഫോം ബ്രേക്കർ ഉണ്ട്, ദെൻ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ ഉണ്ട്, അതേപോലെ ആസിഡ് ഓർ ബേസ് pH കൺട്രോൾ സിസ്റ്റം. ഈ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ തരാം, ഇവിടെ സ്റ്റെറൈൽ എയർ തരാം, ഏത് വേണമെങ്കിലും തരാം. അപ്പൊ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പിക്ചർ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഗസ് ചെയ്ത് നമുക്ക് എഴുതാനൊന്നും പറ്റില്ല. പഠിച്ചാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റെഡി? ഓക്കെ ആണോ? യെസ്. എടാ കട്ടായി പോകുന്നുണ്ടോ? ഒരു മിനിറ്റ്. കട്ടായി പോകുന്നുണ്ടോ? കട്ടായി പോകുന്നില്ല എന്നാണെങ്കിൽ എല്ലാവരും ലൈവ് ചാറ്റിൽ ഒരു
എനിക്ക് മനസ്സിലാകുന്നില്ല. കുറെ പേര് കട്ടായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കുറെ പേര് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്നാണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് തന്നാൽ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ അല്ലേ? കട്ടായി പോകുന്നൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നാണെങ്കിൽ വേഗം ഒരു തംസപ്പ്. ഇടയ്ക്ക് പോകുന്നുണ്ടോ? ഓക്കെ. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ കുറെ പേര് തംസപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. സോ അതിനർത്ഥം കട്ടായി പോകുന്നില്ല എന്നാണ് അല്ലേ? ഓക്കെ. ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. Okay, അങ്ങനെയാണെങ്കിൽ മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below is the palindromic nucleotide sequence in DNA where eco-R1 enzymes cuts DNA. ഇവിടെ നമുക്ക് GAATTC എന്ന് പറയുന്ന ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഓഫ് DNA ആണ് തന്നിട്ടുള്ളത്. ഡിഫൈൻ പാലിൻഡ്രോം ഇൻ DNA. എന്താണ് പാലിൻഡ്രോമിക് DNA സീക്വൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കട്ട് ആവുന്നുണ്ട് അല്ലേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, സ്വപ്പം ശരിയാക്കി തരാം. എന്തുകൊണ്ട് കട്ടാവുന്നു എന്നറിയില്ല. ഒരു മിനിറ്റ്, ഒന്ന് കോൾ ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ പാലിൻഡ്രോമിക് DNA സീക്വൻസ് വെച്ച് എന്താണ്? സീക്വൻസ് ഓഫ് ബേസ് പെയർസ് വിച്ച് റീഡ് സെയിം ഓൺ ബോത്ത് ഡിറക്ഷൻ അല്ലെ? നമ്മൾ ഏത് ഡിറക്ഷനിൽ വായിച്ചു നോക്കി കഴിഞ്ഞാലും ഒരേപോലെ ആവുകയാണെങ്കിൽ കട്ടായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യോ? ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. അപ്പൊ എന്താണ് DNA നമ്മുടെ പാലിൻഡ്രോമിക് സീക്വൻസ് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ 5' to 3' GAATTC ആണ്. ഇവിടെയും 5' to 3' വായിക്കുകയാണെങ്കിൽ GAATTC ആണ് അല്ലെ? അതായത് റീഡിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ, അതായത് ഇവിടെ നമ്മൾ 5' to 3' ആണ് വായിച്ചതെങ്കിൽ അടുത്തതിൽ നമ്മൾ 5' to 3' തന്നെ വായിക്കണം. അപ്പൊ റീഡിംഗ് ഫ്രെയിം നമ്മൾ കോൺസ്റ്റന്റ് ആയി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് നിന്നും സെയിം ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാലിൻഡ്രോമിക് DNA സീക്വൻസ് എന്ന് വിളിക്കുക. സീക്വൻസ് ഓഫ് ബേസ് പെയർസ് which can be read same on both direction when reading frame kept constant. ഇപ്പൊ സെറ്റ് ആയോടാ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇലസ്ട്രേറ്റ് ഹൗ eco-R1 may cut in the given nucleotide sequence. ഈ തന്നിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നമ്മുടെ eco-R1 എവിടെയാണ് കട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വേഗം പറഞ്ഞോടാ. GAATTC, അതേപോലെ GAATTC ഉണ്ട്. ഇതിലെ eco-R1 എവിടെയാ കട്ട് ചെയ്യുക? മുകളിലും താഴെയും ഒരേ ബേസ് പെയറിനിടയിലാണ് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ജീന്റെയും അതേപോലെ എന്റെയും ഇടയിലായിരിക്കും അല്ലെ? ഓക്കെ, ജീന്റെയും എന്റെയും ഇടയിലാണ് അവർ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സീക്വൻസ് നമുക്ക് ഫോം ചെയ്യും. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ ഒരു സീക്വൻസ് നമുക്ക് ഫോം ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇൻ ബിറ്റ്വീൻ G and A ആയിരിക്കും ഇവർ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റിക്കി എൻസ് ഓൺ DNA. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എൻസിനെ നമ്മൾ എന്താ പറയാ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു എൻസിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻസ് എന്ന് പറയാ. അപ്പൊ രണ്ട് സ്റ്റിക്കി എൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റിക്കി എൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താ മക്കളെ? DNA ലിഗേസ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്കി എൻസ് ആണ് അല്ലെ? സ്റ്റിക്കി എൻസ് ആണ് DNA ലിഗേസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ പാലിൻഡ്രോമിക് സീക്വൻസ് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് ബേസ് പെയർസ് ദാറ്റ് റീഡ്സ് സെയിം ഓൺ ബോത്ത് ഡിറക്ഷൻ ആൻഡ് eco-R1 cuts the DNA in between the base pair G and A. ജീന്റെയും എന്റെയും ഇടയിലായിരിക്കും. ആൻഡ് സ്റ്റിക്കി ആൻഡ് ഹെൽപ്സ് ഈസി ജോയിനിങ് ഓഫ് കട്ടൻസ് ഓഫ് DNA ലിഗേസ്. അതായത് DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് ഈ കട്ടൻസിനെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു സ്റ്റിക്കി എൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണെന്നാണെങ്കിൽ എല്ലാവരും നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു ഫയർ ഒക്കെ തരാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഒരു ഇമോജി ഒക്കെ തരാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയണം. നെറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പക്ക ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു ഫയർ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാ പോവാണ്. അപ്പൊ നിങ്ങളെ ലൈവ് ചാറ്റിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ സംസാരിക്കരുത്. ക്രിസ്മസ് എക്സാം ഒക്കെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ല എന്നാണെങ്കിൽ പണി കയ്യിന്ന് പോകും കേട്ടോ. സംഭവങ്ങളൊക്കെ കയ്യിന്ന് പോകും. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മക്കളെ ബോട്ടണിന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ പേടിക്കേ വേണ്ട. ഷുവർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കുറെ ഡയഗ്രാംസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ഇറ്റ്. അപ്പൊ ഏതാടാ പിക്ചർ എന്ന് പറയുന്നത്? ഈ ഒരു പിക്ചർ ഒക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവില്ലേ? ഏത് ഇരുട്ടത്ത് ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ? നമ്മളുടെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് അല്ലെ? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇതിനെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചാൽ നമ്മളുടെ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ്
സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് അല്ലെ. എന്താണ്? ഇറ്റ് ഇസ് എ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യും? നമ്മൾ അഗറോസ് ജെൽ എടുക്കും. ഈ അഗറോസ് ജെല്ലിൽ കുറച്ച് വെൽസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ അതിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പൊ ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സ് അതിന്റെ സൈസിനനുസരിച്ച് നമ്മുടെ അഗറോസ് ജെല്ലിന്റെ ഉള്ളിലുള്ള ആ ഒരു സീവ്സിലൂടെ ഇങ്ങനെ താഴോട്ട് ഊർന്നിറങ്ങും. സൈസ് കുറവുള്ള, ഡെൻസിറ്റി കുറവുള്ള ആൾക്കാരൊക്കെ ദൂരോട്ട് മൂവ് ചെയ്യും. ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാരൊക്കെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. പക്ഷെ നമുക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. നമുക്കിത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ യൂസ് ചെയ്ത് ഇതിനെ സ്റ്റെയിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ UV ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ചോദിക്കുക എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാന്ന് ചോദിക്കും. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ വെച്ചിട്ട് UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്താൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട്, ഇതേപോലെ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുക്കാം. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എല്യൂഷൻ എന്ന് പറയും. ഈ ഒരു DNA ഫ്രാഗ്മെന്റ് നമുക്ക് റീകോമ്പിനന്റ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. റെഡി? ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഓക്കെ, അപ്പോൾ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA അഗ്രോസ് ജെല്ലിൽ പ്ലേസ് ചെയ്യും. ദെൻ ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സ് പറയുന്നത് അതിന്റെ സൈസിനനുസരിച്ച് സെപ്പറേറ്റഡ് ആകും. ദെൻ ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ യൂസ് ചെയ്യും, ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ദെൻ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് DNA കാണാനായിട്ട് പറ്റും. ദെൻ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബാൻഡ്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഗ്രോസ് ജെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ച് എന്താണ് ഇല്യൂഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ച് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു DNA ഫ്രാഗ്മെന്റ് പ്യൂരിഫൈ ചെയ്തെടുത്ത ഈ ഒരു ഫ്രാഗ്മെന്റ് ആണ് നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ദാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ് മിസ് ഇപ്പൊ എവിടെയാണ് മക്കളെ? മിസ് പഠിച്ചതൊക്കെ BSc ആൻഡ് MSc ഒക്കെ മിസ് ബോട്ടണിയാണ് പഠിച്ചത്. സോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ബോട്ടണി എന്ന് പറയുന്നത് എന്റെ കയ്യിൽ സേഫ് ആണ് കേട്ടോ. ഡോണ്ട് വറി. റെഡി? അങ്ങനെയാണെങ്കിൽ ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Origin of replication and selectable markers are the two important features required for a cloning vector. Explain their role in facilitating cloning. അപ്പോൾ origin of replication എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറയാണ്. ഓറ എന്ന് വെച്ചാൽ എന്താ മക്കളെ? നമ്മുടെ replication സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ആണ് അല്ലെ? സീക്വൻസ് ഓഫ് DNA where replication start. replication സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓറ അല്ലെങ്കിൽ origin of replication എന്ന് വിളിക്കുക. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓറയുടെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓറയുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഏതൊരു DNA ഫ്രാഗ്മെന്റിനും എന്ത് ചെയ്യാൻ പറ്റും? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഈ ഒരു ഓറയാണ്. ഈ 2 പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. കോപ്പി നമ്പർ, എത്ര കോപ്പീസ് എടുക്കണം, നമ്മൾ കൊടുത്ത ആ ഒരു DNA ഫ്രാഗ്മെന്റ്സിന്റെ എത്ര കോപ്പീസ് എടുക്കണം എന്നുള്ള ആ ഒരു കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ ഓറയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഏതൊരു ഫ്രാഗ്മെന്റിനും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, കുറെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓറയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെലക്ടബിൾ മാർക്കർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ട്രാൻസ്ഫോർമേഷൻ നടന്ന ആൾക്കാരെയും ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ആൾക്കാരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെലക്ടബിൾ മാർക്കർ ആണ് യൂസ് ചെയ്യുക അല്ലെ? ഐഡന്റിഫൈ ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമൻ. നോൺ ട്രാൻസ്ഫോർമൻസിനെ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. നോൺ ട്രാൻസ്ഫോർമൻസ് വെച്ചാൽ എന്താ? റീകോമ്പിനന്റ് DNA ഉള്ളിൽ കയറാത്ത ആൾക്കാരാ. അവരെ നമുക്ക് ആവശ്യമില്ലല്ലോ ബാക്കി പ്രോസസ്സിന്. അവരെ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് മൊത്തം വേസ്റ്റ് അല്ലേ? ഫുൾ ധനനഷ്ടം, മാനഹാനി ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അവരെ നമുക്ക് ആവശ്യമില്ല. സോ നോൺ ട്രാൻസ്ഫോർമൻസിനെ കണ്ടുപിടിച്ച് അവരെ എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഈ ഒരു സെലക്ടബിൾ മാർക്കർ നമ്മൾ യൂസ് ചെയ്യുക. ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്തിട്ട് നോൺ ട്രാൻസ്ഫോർമൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയോ? ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? അപ്പൊ കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എനി പീസ് ഓഫ് DNA when linked to this sequence can be made to replicate within the host cell. അതേപോലെ it also control the copy number. ആ 2 കാര്യം ഓർമ്മിച്ച് വെക്കുക. സെലക്ടബിൾ മാർക്കർ ഐഡന്റിഫൈ ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമൻ ആൻഡ് സെലക്ടീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമൻസ്. അതായത് റീകോമ്പിനന്റ് DNA കയറിയിട്ടുള്ള ട്രാൻസ്ഫോർമൻസിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ടബിൾ മാർക്കർ യൂസ് ചെയ്യുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ PBR322 എന്ന് പറയുന്ന ആ ഒരു ക്ലോണിംഗ് വെക്ടറിലുള്ള നമ്മുടെ സെലക്ടബിൾ മാർക്കേഴ്സ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? PBR322 എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ നമ്മൾ പഠിക്കുന്നില്ലേ? അതിലുള്ള സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാടാ? സെലക്ടബിൾ മാർക്കേഴ്സ് നമ്മുടെ AMPR എന്ന് പറയുന്ന ആംപസിലിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്. അതേപോലെ TETR എന്ന് പറയുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്. ഇത് രണ്ടുമാണ് എന്ത്?
നമ്മളുടെ സെലക്ടബിൾ മാർക്കർ PBR 322 സെലക്ടബിൾ മാർക്കർ. റെഡി ആണെന്നാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിസ്ക്രൈബ് 2 methods by which alien DNA is introduced into host directly. എന്താ ചോദിച്ചുള്ളത്? ഹോസ്റ്റിലേക്ക് നമ്മളുടെ ഫോറിൻ DNA ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടേ രണ്ട് മെത്തേഡ്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ ആരുടെ കേസിലാണ്? നമ്മുടെ അനിമൽ സെല്ലിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ഇഞ്ചക്ഷൻ. അതേപോലെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ മെത്തേഡാണ് ബയോലെസ്റ്റിക് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ്. ഓർമ്മയുണ്ടോ? പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബയോലെസ്റ്റിക് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ് യൂസ് ചെയ്യും. ആൻഡ് ഒരാളും കൂടെ ഉണ്ട്, ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സും നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സും നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനിമൽ സെല്ലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു റീകോമിനന്റ് DNA ഇൻജെക്ട് ചെയ്യാണ്. ഓക്കെ, റീകോമിനന്റ് DNA is directly inject to the nucleus of animal cell. അനിമൽ സെൽസിന്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റീകോമിനന്റ് DNA ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ. പേര് തന്നെയല്ലേ, ഇഞ്ചക്ഷൻ, ഇൻജെക്ട് ചെയ്യുക. റെഡി. ഇനി അടുത്തത് ബയോലെസ്റ്റിക് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഗോൾഡിന്റെ അല്ലെങ്കിൽ ടങ്സ്റ്റന്റെ ഒക്കെ മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? ഈ മൈക്രോ പാർട്ടിക്കിൾസിന്റെ മേലെ DNA കോട്ട് ചെയ്തിട്ട് പ്ലാന്റ് സെല്ലുമായിട്ട് നല്ല ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ബമ്പാഡ് ചെയ്യിപ്പിക്കുക, ടിഷ്യൂ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ ബമ്പാഡ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് റീകോമിനന്റ് DNA കൊടുക്കുന്നതിനെയാണ് ബയോലെസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഡിസാംഡ് പാത്തജൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു പാത്തജന്റെ ആ ഒരു പാത്തജനിക് എഫക്ട് നമ്മൾ ഇല്ലാണ്ടാക്കാം, എന്നിട്ട് അതിനൊരു വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഡിസാംഡ് പാത്തജൻ വെക്ടർ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടി കേട്ടോ. രണ്ടെണ്ണം അല്ലേ നിങ്ങളോട് ചോദിച്ചത്? റെഡി? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലെസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ്, ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ്, ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ. ഇല്ല എക്കോസിസ്റ്റം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇല്ല കേട്ടോ. എക്കോസിസ്റ്റം ഇല്ല, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ളൂ. റെഡി? ക്ലിയർ? നെറ്റ് പോയോ? ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നെറ്റിന് എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നില്ല. ഇല്ലടാ, പ്രശ്നമൊന്നുമില്ലല്ലോടാ. ഇവിടെ നമ്മുടെ നോക്കിയിട്ട് ടെക്നിക്കൽ ടീം പ്രശ്നമൊന്നും ഇല്ല എന്നാണല്ലോ അറിയിച്ചിട്ടുള്ളത്. ഇല്ല കേട്ടോടാ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് മാറിയൊക്കെ ഇരുന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. റെഡി? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഈസ് ദ തെർമോസ്റ്റേബിൾ എൻസൈം യൂസ്ഡ് ഇൻ PCR ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് എൻസൈം? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ എൻസൈം ഏതാണെന്നാണ്. അയ്യോ, അങ്ങനെയല്ല കേട്ടോ മിസ് പറഞ്ഞത്. അതായത് നെറ്റ് ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. അങ്ങനെയല്ല, അതായത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നില്ലല്ലോ. അതാണോ എന്ന് നിങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യുക. ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. റെഡി? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ തെർമോസ്റ്റേബിൾ എൻസൈം ഏതാണെന്നാണ്. PCR നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ എൻസൈം ഏതാടാ? യെസ്, വെരി ഗുഡ്. ടാഗ് പോളിമറേസ് ആണ് അല്ലെ. ടാഗ് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പോളിമറേസ് ചെയിൻ റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം. എന്ത് എൻസൈമിന്റെ പ്രത്യേകത? ടാഗ് പോളിമറേസ്. T for ടെമ്പറേച്ചർ ആലോചിക്കാം. ഇതിന് ഹൈ ടെമ്പറേച്ചറിനെയും ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഇറ്റ് ക്യാൻ withstand high temperature. ഹൈ ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്യാൻ കഴിവുള്ള ഒരു എൻസൈം ആണ് നമ്മുടെ ടാഗ് പോളിമറേസ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ആർക്കി ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു എൻസൈം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പുരാതന കാലത്തുണ്ടായിരുന്ന ആ ഒരു ആർക്കി ബാക്ടീരിയയിൽ നിന്നാണ്. സോ ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിനൊക്കെ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അടുത്തത് എന്താ? നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദ എൻസൈം ഈസ് ഐസൊലേറ്റഡ്. ഏതാടാ ബാക്ടീരിയ? ഈ ഒരു എൻസൈം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ബാക്ടീരിയന്റെ പേരെന്താ? വേഗം ഒന്ന് പറഞ്ഞേ, ഏതാണ്? യെസ്, എക്സാമിന് നിങ്ങൾക്ക്, അതായത് ഓണം എക്സാമിന് ശേഷമുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ടാവുക. ഓണം എക്സാമിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആൻഡ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററിലെ പക്കാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ക്ലിയർ ആക്കും. റെഡി? അപ്പൊ ഏതാ നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്നത്? ഏതാ? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എൻസൈം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്? തെർമസ് അക്വാട്ടിക്കസ് ആണ്. യെസ്, തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അതാണ് നമ്മുടെ ടാഗ് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. റെഡി?
ഓക്കെ ആണെന്നാണെങ്കിൽ നമ്മൾ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. നെയിം ദ കോമൺലി യൂസ്ഡ് മാട്രിക്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിന്റെ പേര് എന്താണെന്നാ ചോദിച്ചത്. ഏതാണ്? ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ഏതാ? മെയിൻ ആയിട്ടും അഗറോസ് ജെൽ ആണ് അല്ലെ. അപ്പൊ അഗറോസ് ജെൽ ആണ്, അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് തന്നെയാണ് നമ്മൾ പറയാം. അടുത്ത എന്താ? ഹൗ ദ സെപ്പറേറ്റഡ് DNA is visualized. അതായത് DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ കാണാന്നാണ് ചോദിച്ചത്. മിസ് നേരത്തെ പറഞ്ഞില്ലേ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബാൻഡ് ആയിട്ട് കാണാൻ പറ്റുന്ന. അങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യണം, ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. എന്നിട്ട് എന്ത് ചെയ്യണം? UV ലൈറ്റിൽ നമ്മൾ എക്സ്പോസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ DNA നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാം. റെഡി? അപ്പം എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ വിത്ത് എത്തിഡിയം ബ്രോമൈഡ് ആൻഡ് ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ DNA നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. DNA fragments of size 500 base pair, 1600 base pair and 2000 base pair are separated by this process. Which fragment will migrate fast? Why? അപ്പൊ ഇതില് 500 ബേസ് പെയർ, 1600 ബേസ് പെയർ, 2000 ബേസ് പെയർസ് ഉള്ള DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്നാണ് ചോദിച്ചുള്ളത്. മക്കളെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ റെഡി, വെരി ഗുഡ്. എടാ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ സൈസ് കുറവായിരിക്കണം അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കണം. 500 ഉള്ളതിനാണോ 1600 ഉള്ളതിനാണോ 2000 ഉള്ളതിനാണോ ഡെൻസിറ്റി കുറവ്? 500 ഉള്ളതിനാണ്. സോ 500 ബേസ് പെയർ ഉള്ള ഫ്രാഗ്മെന്റ്സ് ആണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസ് കുറവായാൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. റെഡി? അപ്പൊ അഗറോസ് ജെൽ ആണ്, എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ ആണ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 500 ബേസ് പെയർസ് ആണ്, കാരണം സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാദർ ഇറ്റ് മൂവ്. സൈസ് വളരെ കുറവാണെങ്കിൽ അതിന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഷ്വർ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഒരു 4 മാർക്കിന് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ക്ലോണിംഗ് വെക്ടർ PBR 322 ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് PBR 322 എന്ന് പറയുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിന്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഓറൈ? ഓറൈ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ റോൾ എന്താണെന്നാണ്. സോ നമുക്കറിയാം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നു അല്ലെ. എത്ര കോപ്പീസ് ഉണ്ടാക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്നതും റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു ഓറൈ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സെലക്ടബിൾ മാർക്കേഴ്സ് പ്രസന്റ് ഇൻ ദിസ് ക്ലോണിംഗ് വെക്ടർ? നമ്മുടെ PBR 322 പ്രസന്റ് ആയിട്ടുള്ള സെലക്ടബിൾ മാർക്കേഴ്സ് ഏതൊക്കെയാണെന്നാണ്? 2 എണ്ണമാണ്. ഒന്ന് നമ്മുടെ AMPR, അതേപോലെ TETR അല്ലേടാ. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ അല്ലെങ്കിൽ AMPR ഉണ്ട്, അതേപോലെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ അല്ലെങ്കിൽ TETR ഉണ്ട്. അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനെയാണ് നമ്മൾ പൊതുവെ ഈ ഒരു സെലക്ടബിൾ മാർക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് സെലക്ടബിൾ മാർക്കർ? ഈ ഒരു സെലക്ടബിൾ മാർക്കറിന്റെ റോൾ എന്താണെന്നാ ചോദിച്ചുള്ളത്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യും, നോൺ ട്രാൻസ്ഫോമൻസിനെ ആണെങ്കിൽ എന്ത് ചെയ്യൂടാ? എലിമിനേറ്റ് ചെയ്യും. കാരണം നമുക്ക് ആരെ മാത്രം മതി? റീകോമിനന്റ് DNA ഒക്കെ കയറിയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോമൻസിനെ മാത്രം മതി നമുക്ക് ഇനിയുള്ള എൻറ്റയർ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്ത് നോൺ ട്രാൻസ്ഫോമൻസിനെ ടാറ്റ ബൈ എന്ന് പറഞ്ഞ ഒരു ഒറ്റ തട്ടിനെ പുറത്താക്കുന്ന പരിപാടിയാണ് നമ്മളുടെ ഈ ഒരു സെലക്ടബിൾ മാർക്കേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെഡി, ക്ലിയർ? സെറ്റ് ആണോടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടിയേ നോക്കാനുള്ളൂ. അതിലേയും കൂടെ 10 ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയാൽ 30 ഷ്വർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ലൈവ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് നോട്ട് കിട്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു തവണ ഇത് റിവൈസും കൂടെ ചെയ്യാട്ടോ. കാരണം ആൻസറും കൂടെ കറക്റ്റ് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ഒന്ന് റിവൈസും കൂടെ ചെയ്യാം. റെഡി? അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു മാച്ച് ഫോളോയിങ് ആണ്. എയിൽ നമുക്ക് എക്സോ ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്, എൻഡോ ന്യൂക്ലിയസ് ഉണ്ട്, DNA ലിഗേസ് ഉണ്ട്, അതേപോലെ ടാഗ് പോളിമറേസ് ഉണ്ട്. ബിയില് തെർമോസ്റ്റേബിൾ എൻസൈം joining 2 DNA fragments removes nucleotide from ends of DNA, makes cut at specific position within the DNA. ഇത്രയുമാണ് തന്നിട്ടുള്ളത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സോ ന്യൂക്ലിയസ് എന്താ ചെയ്യാ? നമുക്കറിയാം നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സോ ന്യൂക്ലിയസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് ആണെങ്കിൽ DNA എൻഡിലാണ് കട്ട് ചെയ്യുക അല്ലെ, DNA എൻഡിൽ പോയിട്ട് രണ്ട് അറ്റത്തുമാണ് കട്ട് ചെയ്യുക. എൻഡോ ന്യൂക്ലിയസ് ആണെങ്കിൽ വിത്തിൻ ദ DNA ഉള്ളിലായിരിക്കും എന്ത് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എൻഡോ ന്യൂക്ലിയസ് എൻഡിലാണെന്ന് പഠിക്കരുത്, നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം ആലോചിച്ച് വെക്കണം. അപ്പൊ എക്സോ ന്യൂക്ലിയസ് എന്താ? ഇതാ ഇവിടെ നമ്മുടെ റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് DNA അല്ലെ, ഇതാ 3ലേക്ക് പോവാം. അതായത് DNA എൻഡിലുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എക്സോ ന്യൂക്ലിയസ് ചെയ്യുന്നത്. എൻഡോ ന്യൂക്ലിയസ് എന്താ ചെയ്യുക? മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ ദ DNA ഉള്ളിലെ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിൽ പോയിട്ടാണ് എൻഡോ ന്യൂക്ലിയസ് പോയിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് DNA ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്ന നമ്മുടെ DNA ലിഗേസ് എന്താ ചെയ്യാ? ജോയിനിങ് DNA ഫ്രാഗ്മെന്റ്സ്, രണ്ട് മുറിഞ്ഞു കിടക്കുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു അല്ലെ, മീഡിയേറ്റർ ആണ് നമ്മുടെ ലിഗേസ് എന്ന് പറയുന്നത്. മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ലിഗേസ് എന്ന് പറയുന്നത്. അതേപോലെ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെഡി? അടുത്തത് ടാഗ് പോളിമറൈസ് എന്താണെന്നാ ചോദിച്ചുള്ളത്? അതൊരു തെർമോസ്റ്റേബിൾ എൻസൈം ആണ് അല്ലെ. ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത് നമ്മുടെ PCR നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. അങ്ങനെ നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ഇതാ മക്കളെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടേ ചാപ്റ്ററും കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി വരുന്ന 2 ചാപ്റ്റർ ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു ചാപ്റ്റർ പകുതി നിങ്ങൾക്ക് ഓൺ എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ കുറെ പേർക്ക്. പക്ഷെ ഇനി വരുന്ന 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പക്ക നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ പോർഷൻ മാത്രമാണ്. സോ ആ ഒരു 2 ചാപ്റ്ററിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നാണെങ്കിൽ എല്ലാവരും ലൈവ് ചാറ്റിൽ ഒന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു കാര്യം മിസ് ഒന്ന് പറയട്ടെ. ഇപ്പൊ ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് മൊത്തം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അതായത് +2 മാട്രിക്സ് ബാച്ചിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. വെറും 2000 റുപ്പീസ് മാത്രമാണ് നമുക്ക് ഫീ വരുന്നത്. കാരണം നമ്മൾ വെറുതെ പറയുന്നല്ല, +2 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഒന്നാമത് നിങ്ങളുടെ സ്കൂൾ ലൈഫിന്റെ ഏറ്റവും എൻഡ് ആണ് അല്ലെ. സ്കൂൾ ലൈഫ് ഇതോടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ കുറച്ചുകൂടെ വലിയ ആൾക്കാരായിട്ട് മാറാണ്. അതേപോലെ +2 മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ കാരിയർ എന്താവണം അല്ലെ, നമ്മുടെ കരിയർ ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. അതാണ് നിർണ്ണയിക്കുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പം ഈ ഒരു +2 നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം ഏതാണോ അത് സെലക്ട് ചെയ്ത് പഠിച്ച് നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ദിവസം നിങ്ങൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾ ഉഴപ്പിക്കോട്ടെ, നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ മക്കളെ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ദിവസങ്ങളെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ പറയുന്നത് പോലെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാണെന്നാണെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ഉറപ്പാണ്. നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ റിസൾട്ട് നമ്മൾ വാങ്ങിത്തരും. റെഡി? അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താല് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമുക്കറിയാം തിയറി മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് റാങ്കിലേക്കോ ഫുൾ മാർക്കിലേക്കോ എത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ MRQ, അതേപോലെ MUQ, MEQ, MCQ എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. മാത്രമല്ല നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ മാറിയത് കൊണ്ട് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാലൊന്നും ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ടുള്ള ലെവൽ 1 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവൽ 2 ക്വസ്റ്റ്യൻ, ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമാണ് ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത 10 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവാണ്. എടാ റെഡി ആണെങ്കിൽ വേഗം നമ്മുടെ ലൈവ് ചാറ്റിൽ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ഒരു ഡൺ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്, കംപ്ലീറ്റ് ക്രിസ്മസ് എക്സാം പോർഷൻ ആണ്. ഓണം എക്സാമിന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററേ പഠിക്കാനില്ലായിരുന്നു, കട്ടാവുന്നുണ്ട്. ഇപ്പൊ എന്താടാ കഥ? നമ്മൾ കഷ്ടപ്പെട്ട് 30 ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നെറ്റിന് ഇത് എന്താ പറ്റുന്നേ? ഇവിടെയാണെങ്കിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ക്ലിയർ ആയോടാ? ഞാനും ഇവിടെ ഓൾറെഡി ഓപ്പൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇടയ്ക്കൊന്ന് നിന്ന് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, യെസ്, റെഡി?
ഓക്കെ ആണെന്നാണെങ്കിൽ നമ്മൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഫാമേഴ്സ് ക്യാൻ മിനിമൈസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഡ്യൂറിംഗ് കൾട്ടിവേഷൻ. Okay. A question. Give name of one such genetically modified pest resistant crop. നിങ്ങൾക്കറിയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും അറിയായിരിക്കല്ലോ. വേഗം പോരട്ടെ ആൻസർ. ഏതാടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആ ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ഏതാ? നമ്മളുടെ BT കോട്ടൺ ആണ് അല്ലേ? BT കോട്ടൺ. It is none other than നമ്മുടെ BT കോട്ടൺ ആണ്. BT കോട്ടൺ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ജീൻ ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ? ഈ ഒരു BT കോട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ജീനിന്റെ പേരാണ് ചോദിച്ചുള്ളത്. ഏതാ ജീന്? ജീന്റെ പേര് വെച്ചാൽ അപ്പൊ നമ്മൾ കറിയണം അല്ലേ? ഏതാ ജീന്? ക്രൈ ജീനാണ്. അത് ആലോചിച്ച് വെക്കണം കേട്ടോ. അപ്പൊ BT കോട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് ക്രൈ ജീനാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ക്രൈ ജീന് ഒരു ഇൻസെക്ടിസൈഡൽ ടോക്സിക് ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ക്രൈ പ്രോട്ടീൻ എന്ന് പറയുന്ന BT ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് നമ്മുടെ BT കോട്ടൺ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു ഇൻസെക്ടിനെയും പെസ്റ്റിനൊക്കെ എന്ത് ചെയ്ത് പോയി കൊല്ലുന്നത്. റെഡി? അപ്പൊ ക്രൈ ജീൻ ആണ് നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് C ക്വസ്റ്റ്യൻ. നെയിം ദ സോഴ്സ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് ജീൻ. ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് ജീന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചത്. ഏതാടാ സോഴ്സ്? ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം ബാക്ടീരിയ ആണ് അല്ലെ? ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലെ? നമ്മുടെ ഈ ഒരു കോട്ടൺ പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ പെസ്റ്റും ഇൻസെക്റ്റും ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ് ഈ ഒരു ബാസിലസ് തുറിഞ്ചിയൻസിസ്. കാരണം ഈ ഒരു ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ക്രൈജീൻ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. ആൻഡ് D ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് അബൌട്ട് ഇറ്റ്സ് മോഡ് ഓഫ് ആക്ഷൻ. നമ്മുടെ ക്രൈജീനിന്റെ മോഡ് ഓഫ് ആക്ഷനെ കുറിച്ച് പറയാനാണ്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയയില് ഈ ക്രൈജീൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻ ആണ് അല്ലെ? ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആയിട്ടാണ് ബാക്ടീരിയയിൽ ഇതുള്ളത്. അതേപോലെ പ്ലാന്റ്സിലും അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടാണ്. ഇനി എപ്പോഴാണോ പ്ലാന്റ്സിൽ നിന്ന് ഇൻസെക്ട് ഇത് ഇൻജെക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ക്രൈജീൻ ഐസൊലേറ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെക്ടർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിലും ഈ ക്രൈജീൻ ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ക്രൈ പ്രോട്ടീൻ ഒക്കെ ഉള്ള പ്ലാന്റിനെയാണ് നമ്മുടെ ഇൻസെക്റ്റും പെസ്റ്റും ഒക്കെ ഇതൊന്നും അറിയാണ്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസെക്റ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു ടോക്സിൻ കയറും. അങ്ങനെ ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിലെത്തും. അതായത് ഈ ഒരു ടോക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ആൽക്കലൈൻ pHൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ആക്റ്റീവ് ആവുള്ളൂ അല്ലെ? ആൽക്കലൈൻ pH. ഇത് ടോക്സിൻ ഉള്ളിൽ കയറിയപ്പോ നോക്കിയപ്പോ ഇൻസെക്റ്റിന്റെ ഗട്ടിൽ മൊത്തം ആൽക്കലൈൻ pH. ഹയ്യമ്മ എന്ന് പറഞ്ഞ ഇത് അങ്ങോട്ട് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആയിട്ട് നമ്മുടെ ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിലെ നിറയെ തുളകൾ ഉണ്ടാക്കും അല്ലെ? ഫുള്ള് പോസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? സെല്ല് സ്വെല്ല് ചെയ്യും. അതേപോലെ സെല്ല് ലൈസ്, സെല്ല് പൊട്ടും. അങ്ങനെ ഇവൻച്വലി ഡെത്ത് ഓഫ് ദ പെസ്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട്, ആ ഒരു ഓർഗാനിസം ടോം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും മക്കളെ? ചത്തുപോകും. റെഡി? ക്ലിയർ ആണോ? റെഡി? അപ്പൊ ആ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. അപ്പൊ കോട്ടൺ പ്ലാന്റ്സിൽ ക്രൈജീൻ പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ. When the protoxin reaches the gut of the insect, it gets activated due to the alkaline pH. Then activated toxin binds to the surface of midgut epithelial cells and create pores that cause cell swelling, lysis and eventually death of the insect. റെഡി? അപ്പൊ ഇൻസെക്റ്റിന്റെ ഉള്ളിൽ കയറും, ആൽക്കലൈൻ pHൽ ആക്റ്റീവ് ആയിട്ട് മാറും, മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെല്ല് പോയിട്ട് നിറയെ തുളകൾ ഉണ്ടാക്കും, പോസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സെല്ല് സ്വെല്ല് ചെയ്യും, സെല്ല് വീർക്കും, സെൽ ലൈസസ്, സെല്ല് പൊട്ടും. അങ്ങനെ നമ്മുടെ ഇൻസെക്ട് മരിച്ചു പോകും. ടീം റെഡി? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ BT കോട്ടൺ. ഇത് നിങ്ങൾ നോക്കി വെച്ചോ. എന്തായാലും എക്സാമിന് ഒരു 4 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ മക്കളെ. എക്സാമിന് ഇത് ചോദിക്കും. BT കോട്ടൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആട്ടോ. അപ്പൊ എന്തായാലും നോക്കി വെച്ചോ. സെറ്റ് ആണ്? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻഫെക്ഷൻ ബൈ നെമറ്റോഡ്സ് കോസ് ത്രെറ്റ് ടു കൾട്ടിവേഷൻ ആൻഡ് ഈ ലോസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. എ സ്ട്രാറ്റജി ഹാസ് ബീൻ ഡെവലപ്ഡ് അറ്റ് RNA ലെവൽ ടു കൺട്രോൾ ദിസ് ഇൻഫെസ്റ്റേഷൻ. എ ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ പ്രോസസ്. ഒരു നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ടൊബാക്കോ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന ഒരു നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്റെ പേരാണ് ചോദിച്ചത്. എന്താണ് പേര്? വേഗം ഒന്ന് പറഞ്ഞേ. എന്താ? PCR ഒന്നല്ല കേട്ടോ. ഏതാ പേര്? RNA
ഇന്റർഫറൻസ് ആണല്ലേ, RNAi എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കുന്ന RNA ഇന്റർഫറൻസ് ആണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, RNA സൈലൻസിങ് എന്ന് പറയാം കേട്ടോ. mRNA സൈലൻസിങ് അല്ലെങ്കിൽ RNA സൈലൻസിങ് പറയാം. പക്ഷെ ആക്ച്വലി നിങ്ങൾ എന്താ എഴുതേണ്ടത്, RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്ന് തന്നെ എഴുതാം. റെഡി? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ, നെയിം ദ നെമറ്റോഡ് വിച്ച് ഇൻഫെക്ട്സ് ടൊബാക്കോ പ്ലാന്റ്. ആ ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ഘനഗംഭീരമായിട്ടുള്ള പേരുള്ള ആ ഒരു നെമറ്റോഡിലെ ആ നെമറ്റോഡിന്റെ പേരാണ് ചോദിച്ചത്. ഏതാടാ? മെലോയിഡെഗൈനെ ഇൻകോഗ്നീഷ്യ അല്ലെ. മെലോയിഡെഗൈനെ ഇൻകോഗ്നീഷ്യ ആണ് നമ്മളുടെ ഈ ഒരു ഘനഗംഭീരമായിട്ടുള്ള നെമറ്റോഡ് എന്ന് പറയുന്നത്. ഇവനാണ് പ്രശ്നക്കാരൻ. ഓക്കെ, മെലോയിഡെഗൈനെ ഇൻകോഗ്നീഷ്യ ആ ഒരു പേര് എല്ലാവരും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. സി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് വർക്ക്സ് അറ്റ് മോളിക്കുലർ ലെവൽ. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ആക്ച്വലി എന്താണ് RNA ഇന്റർഫറൻസ് പറഞ്ഞാല്, നമുക്കറിയാം DNA-യിൽ നിന്നും mRNA ഉണ്ടാകും. ഈ mRNA-യിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മെലോയിഡെഗൈനെ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡിന്റെ പ്രോട്ടീൻ ആണ് ടൊബാക്കോ പ്ലാന്റിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ പോരെ. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ mRNA-നോട് ഷൂ പറയും. അതായത് mRNA-നോട് മിണ്ടരുതെന്ന് പറയും, സൈലൻസ് ചെയ്യും. mRNA സൈലൻസ്ഡ് ആയ പ്രോട്ടീൻ ഉണ്ടാവോ? ഇല്ല. അതാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീനെ, നെമറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. എന്നിട്ട് അഗ്രോ ബാക്ടീരിയം വെക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മോഡിഫൈ ചെയ്ത് അഗ്രോ ബാക്ടീരിയം വെക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്ലാന്റ്സിൽ ഇത് പോയിട്ട് സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA ഒക്കെ ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മുടെ RNA ഇന്റർഫിയറൻസിന് തുടക്കടുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് പഠിച്ചാൽ മതി. ആക്ച്വലി ഈ ഒരു സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സെൻസ് RNA-ന്റെ അടുത്ത് റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യും. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് പറയുന്ന റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്തിട്ട് സെൻസ് RNA-നെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പ്ലാന്റിൽ ആന്റിസെൻസ് RNA മാത്രമല്ലേ ഉള്ളൂ. ഇനി നമ്മുടെ നെമറ്റോഡ് വരും. നെമറ്റോഡ് വന്നിട്ട് അതിന്റെ RNA, അതായത് സെൻസ് RNA, ഈ പ്ലാന്റിലുള്ള ആന്റിസെൻസ് RNA നെമറ്റോഡിനുള്ളിലേക്ക് കയറിയിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആകും. പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ആക്ച്വലി നടക്കുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. റെഡി ആണോ? അപ്പൊ RNA ഇന്റർഫറൻസ് ആണ് സ്ട്രാറ്റജി. മെലോയിഡെഗൈനെ ഇൻകോഗ്നീഷ്യ ആണ് നമ്മുടെ എന്താ പാത്തജ് നെമറ്റോഡിന്റെ പേരെന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നേ? യൂസിങ് അഗ്രോ ബാക്ടീരിയം വെക്ടേഴ്സ് നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹോസ്റ്റ് പ്ലാന്റ്. അഗ്രോ ബാക്ടീരിയം വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ നെമറ്റോഡിന്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീന് നമ്മൾ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA ഉണ്ടാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 2 RNAs പറയുന്നത് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് ഇവർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കും. അങ്ങനെ RNA ഇന്റർഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്പെസിഫിക് mRNA-നെ സൈലൻസ് ചെയ്യും. അപ്പൊ നമ്മുടെ നെമറ്റോഡിന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കൊടുത്തിട്ടുള്ളൂ. റിസ്കിന്റെ കാര്യമൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി. റെഡി ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നാണെങ്കിൽ വേഗം തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. BT കോട്ടനും RNA ഇന്റർഫറൻസും അതേപോലെ ഇൻസുലിനും എപ്പോഴും ചോദിക്കും. ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് പഠിക്കുന്നോ അത് എക്സാമിന് വരും. കാരണം ഓരോ ടോപ്പിക്സും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. നമുക്ക് ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് നമുക്ക് പറയാൻ പറ്റാത്തൊരു ചാപ്റ്റർ. അത്ര എല്ലാ ടോപ്പിക്സിനും ക്വസ്റ്റൻ വരാറുണ്ട്. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മെനി ഡിസീസസ് കുഡ് ബി ട്രീറ്റഡ് ബൈ എൻ അഡ്വാൻസ്ഡ് ടെക്നിക് കോൾഡ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി യൂസ് ചെയ്ത് നമുക്ക് കുറെ ഡിസീസസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ജീൻ തെറാപ്പി എന്നാ ചോദിച്ചത്. അപ്പൊ എന്താണ് ജീൻ തെറാപ്പി? അപ്പൊ നമുക്കറിയാം, ജനറ്റിക് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, ജനിതക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് മരുന്ന് കഴിച്ച് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ജനറ്റിക് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വഴിയെ നമ്മുടെ മുന്നിലുള്ളൂ. ആ പ്രശ്നം പറ്റിയുള്ള ജീനെ നമ്മൾ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ജീനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന വേറൊരു ജീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്റ്റ്. ഒരു ജീൻ ഡിഫക്റ്റിനെ നമ്മൾ കറക്റ്റ് ചെയ്യാണ്. ഓക്കെ, കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്റ്റ്. ഒരു ജീൻ ഡിഫക്റ്റിനെ നമ്മൾ കറക്റ്റ് ചെയ്യാണ്. ആൻഡ് ഇത് എപ്പോ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം? ഇത് എപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം? ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോ ആവുന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നൈസ്ഡ് ഇൻ ചൈൽഡ് ഓർ എംബ്രിയോ. ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോ ആവുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ജീൻ ഡിഫക്റ്റിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. കറക്ഷൻ of a gene defect that has been diagnosed in child or embryo. ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോ ആവുന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ജീൻ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് ജീൻ തെറാപ്പി. ഡെഫിനിഷൻ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ADA. മക്കളെ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ADA എക്സ്പാൻഷൻ എന്തായാലും നിങ്ങൾ പഠിക്കണം. എന്താണ് ADA എന്ന് പറഞ്ഞാൽ?
അഡിനാസിൻ ഡി അമിനേസ് ആണ് അല്ലെ. അഡിനാസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മുടെ ADA. സോ ADA ഈസ് അഡിനാസിൻ ഡി അമിനേസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ഫംഗ്ഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി എൻസൈം ആണ് ഈ ഒരു അഡിനാസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം. സി ക്വസ്റ്റ്യൻ, assess its role in the treatment of lymphocyte disorder giving any suitable example. അതായത് ഇതിന്റെ റോള് ഒരു ലിംഫോസൈറ്റ് ഡിസോർഡർ വെച്ച് എക്സാമ്പിൾ എടുത്തിട്ട് എഴുതാനാണ്. അപ്പൊ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മളോട് ചോദിച്ചാൽ എന്താ, ADA ഡെഫിഷ്യൻസിന്റെ ട്രീറ്റ്മെന്റാ. ഓക്കെ, ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു അഡിനാസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കുന്ന ജീന് ഡിലീറ്റഡ് ആയി പോയാൽ നമുക്ക് വരുന്ന അസുഖമാണ് ഈ ഒരു ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് 4-year-old ഗേൾ, 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയിലാണ് ഈ ഒരു ADA ഡെഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ഒരു ADA ഡെഫിഷ്യൻസി ടെമ്പററി ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാം, അസ്ഥി മജ്ജ മാറ്റി വെക്കാം. അതല്ലെങ്കിൽ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എൻസൈം നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യാം. ഈ 2 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് പെർമനന്റ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. അപ്പൊ ADA ഡെഫിഷ്യൻസിന്റെ ജീൻ തെറാപ്പിയിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ലിംഫോസൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യും അല്ലെ. പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ ലിംഫോസൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഈ ഒരു ജീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫങ്ഷണൽ ആയിട്ടുള്ള അഡിനാസിൻ ഡി അമിനേസിന്റെ കോംപ്ലിമെന്ററി DNA, അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ആ ഒരു ജീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് പേഷ്യൻസിലേക്ക് തന്നെ കൊടുക്കും, റിട്ടേൺ ടു ദ പേഷ്യന്റ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, പേഷ്യന്റിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളാണോ, ഒരിക്കലും മരിച്ചു പോകാത്ത ആൾക്കാരാണോ? അല്ല, ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് മോർട്ടൽ ആണ്, നോട്ട് ഇമ്മോർട്ടൽ. മരിച്ചു പോകാത്ത ആൾക്കാരല്ല. ഒരു 2 to 3 വീക്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിംഫോസൈറ്റ് എന്ത് ചെയ്യും, നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം, പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. പീരിയോഡിക്കലി നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. ഇനി അതല്ല, പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇത് എപ്പോൾ ചെയ്യണം, നമ്മളിത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്യണം കേട്ടോ. നമ്മൾ അമ്മേന്റെ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മൾ ബോൺ മാരോയിലെ സെൽസ് ഒക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് പെർമനന്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ADA ഡെഫിഷ്യൻസിയുടെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് വരൂ കേട്ടോ. റെഡി? അപ്പം ADA ഡെഫിഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്തൊക്കെ ചെയ്യണം, ലിംഫോസൈറ്റ്സ് ഫ്രം ദ പേഷ്യന്റ് ആർ ഗോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി. പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ലിംഫോസൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്സൈഡിൽ, അതായത് ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ഇതിനെ കൾച്ചർ ചെയ്യുന്നു. എന്നിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ജീനെ ADA cDNA, അഡിനാസിൻ ഡി അമിനേസിന്റെ കോംപ്ലിമെന്ററി DNA നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു. ആൻഡ് റിട്ടേൺ ടു ദ പേഷ്യന്റ്, അതിന് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ദിസ് ഈസ് ടു ബി റിപ്പീറ്റഡ് പീരിയോഡിക്കലി. പക്ഷെ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ഇമ്മോർട്ടൽ, മരിച്ചു പോകാത്ത ആൾക്കാരല്ല ലിംഫോസൈറ്റ്. ദെൻ ഫോർ പെർമനന്റ് ക്യൂറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജീൻ ഐസൊലേറ്റഡ് ഫ്രം ബോൺ മാരോ സെൽസ് പ്രൊഡ്യൂസിംഗ് ADA ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സെൽസ് അറ്റ് ഏർലി എംബ്രിയോണിക് സ്റ്റേജ്. ബോൺ മാരോ സെൽസ് ഐസൊലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ആ ഒരു ജീനെ നമ്മൾ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ, നമ്മൾ അമ്മേന്റെ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്കിതൊരു പെർമനന്റ് ക്യൂർ ആവുള്ളൂ. റെഡി? ഓക്കെ ആണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക മക്കളെ. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ലൈവ് ചാറ്റിൽ ഒരു പീസ് ഇടുമോ? എല്ലാവരും ലൈവ് ചാറ്റിൽ ഒരു പീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ പക്ക ക്ലിയർ ആണ്, ഈ ക്വസ്റ്റൻ ഒക്കെ പക്ക സെറ്റ് ആണെന്നാണെങ്കിൽ വേഗം നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു പീസ് തരാം, നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. റെഡി? ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, one of the speaker in the National Children's Science Congress delivered a talk about transgenic animals. What are transgenic animal എന്നാണ് ചോദിച്ചത്. എന്താണ് ആ ട്രാൻസ്ജനിക് ആനിമൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ട്രാൻസ്ജനിക് ആനിമൽ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, എന്റെ ബോഡിയിൽ ഇല്ലാത്ത ഒരു ജീന് എന്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ അത് എക്സ്പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാനൊരു ട്രാൻസ്ജനിക് ആനിമൽ ആവുക അല്ലെ. അതായത് ഭ്രാന്ത് ഉണ്ടാക്കുന്ന ഒരു ജീൻ എന്റെ ബോഡിയിലേക്ക് നിങ്ങൾ തരുന്നു, എന്നിട്ട് എനിക്ക് ഭ്രാന്ത് ഉണ്ടാവുന്നു, അപ്പൊ ഞാൻ എന്തായി, ട്രാൻസ്ജനിക് ആനിമലായി. ഓക്കെ, അപ്പൊ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്ജനിക് ആനിമലിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ട്രാൻസ്ജനിക് ആനിമൽ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതാം, ആനിമൽസ് ദാറ്റ് ഹാവ് ഹാഡ് ദിയർ DNA മാനിപ്പുലേറ്റഡ്. അവരുടെ DNAയിൽ നമ്മൾ കൃത്രിമമായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ടു പോസസ് ആൻഡ് എക്സ്പ്രസ് ആൻ എക്സ്ട്രാ ജീൻ. എന്തിനു വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ ജീനെ പോസ് ചെയ്യും, ആൻഡ് അവർ അത് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്വഭാവം എക്സ്പ്രസ് ചെയ്യും.
Okay, animals that have had their DNA manipulated to possess and express an extra gene. അതിനെയാണ് ട്രാൻസ്ജനിക് ആനിമൽ എന്ന് വിളിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത ഒരു ജീൻ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം? ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് വിളിക്കാം. Yes, animals whose genome has been altered by introducing a foreign gene. അങ്ങനെയും പറയാം കേട്ടോ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ട്രാൻസ്ജനിക് ആനിമൽസ് വെച്ചാൽ ഓക്കെ അല്ലേ? റെഡി അല്ലേടാ? അതായത് ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയാം. ആനിമൽസ് that have had their DNA manipulated to possess and express an extra gene. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലോർ എനി ഫോർ ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽ. ട്രാൻസ്ജനിക് ആനിമലിന്റെ ഏതെങ്കിലും 4 ബെനിഫിറ്റ്സ്, യൂസസ് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറെ യൂസസ് പഠിച്ചിട്ടുണ്ടല്ലേ? എന്തൊക്കെയുണ്ടടാ? നമുക്ക് ഒരു ജീനിന്റെ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കാൻ പറ്റും അല്ലെ? ഒരു ജീനിന്റെ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. അതേപോലെ ഡിസീസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു രോഗം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഈ രോഗത്തിനെതിരെ ഏതൊക്കെ പുതിയ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. അതേപോലെ ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം അല്ലെ? ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വാക്സിന്റെ ഒക്കെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ്, ഡ്രഗ്സ്, ഇതിന്റെ ഒക്കെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഡിസീസ് ഡെവലപ്മെന്റിലൊക്കെ ട്രാൻസ്ജനിക് ആനിമൽസിനോട് ക്രൂരതയാണ് ചെയ്യുന്നത്. അതായത് ക്യാൻസർ ഇല്ലാത്ത ഒരു എലിക്ക് ക്യാൻസർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുതിയ പുതിയ മരുന്നുകളൊക്കെ അതിൽ പരീക്ഷിക്കുക ചെയ്യുന്നത്. എന്തൊരു ക്രൂരതയല്ലേ? ഈ അടുത്ത ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വാക്സിൻ എലികളിൽ പരീക്ഷണം വിജയിച്ചു എന്നൊക്കെ. അപ്പൊ അതേപോലെ പല പല മൃഗങ്ങളിലാണ് നമ്മൾ പുതുതായിട്ട് ഒരു വാക്സിനോ മരുന്നോ ഒക്കെ കണ്ടുപിടിച്ചാൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക. കാരണം നേരിട്ട് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്ത് ആൾക്കാർ തട്ടിപ്പോയാൽ പണി കിട്ടും അല്ലേ? അപ്പൊ അതിനാദ്യം നമ്മൾ ഇതേപോലെ ആനിമൽസിലൊക്കെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ എടുത്ത് സക്സസ് ആയതിനു ശേഷം മാത്രമേ പബ്ലിക്കിലേക്കൊക്കെ റിലീസ് ആക്കുള്ളൂ. ഓക്കെ, റെഡി? അപ്പൊ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ പ്രോഡക്ട്സ്, വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. റെഡി? ഇതിൽ ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് എന്തായാലും എക്സാമിന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ റൈറ്റ് 2 ബയോളജിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. ഇവരുണ്ടാക്കുന്ന ഏതെങ്കിലും 2 ബയോളജിക്കൽ പ്രോഡക്ട്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാടാ? ഒന്ന് ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ ഉണ്ട് അല്ലെ? ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ ഉണ്ട്. മാമൽസിന്റെ ബ്രസ്റ്റ് മിൽക്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. അതേപോലെ ആൽഫ 1 ആന്റി ട്രിപ്സിൻ ഉണ്ട്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിന് ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജനിക് കൗ ആയിട്ടുള്ള റോസി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? റോസി, അതായത് ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ ഉണ്ടാക്കുന്ന ആ ഒരു ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഒരു കൗയിലേക്ക് കൊടുത്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ എന്ന് പറയുന്നത് റോസിയാണ്. റോസിന്റെ പാലിൽ എന്തുണ്ട്? ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ ഉണ്ട്. റോസിക്കുട്ടിന്റെ 1 ലിറ്റർ പാൽ എടുത്തു കഴിഞ്ഞാൽ 2.4 ഗ്രാം ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ആൽഫ 1 ആന്റി ട്രിപ്സിൻ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ലങ് ഡിസോർഡർ ആയിട്ടുള്ള എംഫിസിമ എന്ന് പറയുന്ന രോഗം പ്രിവെന്റ് ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റെഡി? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ ഈ 2 കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ഈ എക്സാമിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കും. ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 2 ഡയഗ്രാംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ 1ാമത്തെ ഡയഗ്രാം, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡയഗ്രാം. ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ഫിഗർ. ഫിഗർ ഒക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തല്ലോ. ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡന്റിഫൈ 1 and 2. 1ഉം 2ഉം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് ചെയിനിന്റെ പേര് എഴുതാനാണോ അല്ലെങ്കിൽ എന്താ ചോദിച്ചതെന്ന് മനസ്സിലാവില്ല അല്ലെ? അപ്പൊ ഇവിടെ കോമൺ ആയിട്ടല്ലേ ഏരോ മാർക്ക് ഉള്ളത്. അതുകൊണ്ട് ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ ഫസ്റ്റ് 1 എന്താ? പ്രോ ഇൻസുലിൻ അല്ലെങ്കിൽ പ്രോ ഹോർമോൺ ആണ് അല്ലെ? 1ാമത്തെ എന്താണ്? എ ചെയിനും ബി ചെയിനും സി ചെയിനും ഉള്ളത് കൊണ്ട് അത് പ്രോ ഇൻസുലിൻ അല്ലെങ്കിൽ പ്രോ ഹോർമോൺ ആണ്.
രണ്ടാമത്തെ എന്താ, അതിൽ നിന്ന് സി ചെയിൻ റിമൂവ് ആയി പോയി. അപ്പൊ എന്താ പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒക്കെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാവുന്ന സമയത്ത് അതൊരു പ്രോ ഹോർമോൺ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അതിന് പിന്നെ പ്രോസസിങ് ആൻഡ് മെച്ചുറേഷൻ നടന്നാലാണ് അത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഇൻസുലിൻ ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോ ഇൻസുലിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും. എ ചെയിൻ ഉണ്ടാവും, ബി ചെയിൻ ഉണ്ടാവും, സി ചെയിൻ ഉണ്ടാവും. അതായത് ഇതാണ് നമ്മുടെ എ ചെയിന്, ഇത് എ ചെയിന്, ഇത് നമ്മളുടെ ബി ചെയിന്, അതേപോലെ ഇതിന്റെ ഇടയിലുള്ളത് സി ചെയിന്. ഈ 3 ചെയിൻ ഉള്ളതാണ് പ്രോ ഇൻസുലിൻ. എന്നാൽ ഇതിന് പ്രോസസിങ് ആൻഡ് മെച്ചുറേഷൻ നടക്കുന്ന സമയത്ത് സി ചെയിൻ റിമൂവ് ആകപ്പെടും അല്ലെ, സി ചെയിൻ അങ്ങോട്ട് റിമൂവ് ആകും. അങ്ങനെ സി ചെയിൻ റിമൂവ് ആയിട്ടുണ്ടായതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. അതായത് മെച്ചുവർ ഇൻസുലിൻ ആണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ എ ചെയിന്, ഇത് നമ്മുടെ ബി ചെയിന്, സി ചെയിൻ ഇതാ അവിടെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ സി ചെയിൻ റിമൂവ് ആയതുകൊണ്ട് അതെന്താണ്, മെച്ചുവർ ഇൻസുലിൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് 1 and 2 എന്നാണ് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1, 2 നമുക്ക് എന്താ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാലോ. പ്രോ ഇൻസുലിൻ ആകുമ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും. പക്ഷെ അത് മെച്ചുവർ ഇൻസുലിൻ ആവുന്ന സമയത്ത് സി ചെയിൻ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യപ്പെടും. റെഡി, ക്ലിയർ? Okay അല്ലേ? അപ്പൊ പ്രോ ഇൻസുലിൻ contains an extra stretch called the C peptide. C peptide is not present in the mature insulin and is removed during maturation into insulin. Maturation നടക്കുന്ന സമയത്ത് ഈ ഒരു C peptide എന്ന് പറയുന്നത് റിമൂവ് ആയി പോവാണ് ചെയ്യുക. ക്ലിയർ? ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ GMO. എന്താണ് GMO എന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം തന്നെ GMOന്റെ എക്സ്പാൻഷൻ എന്താന്ന് പിടികിട്ടിയോ? GMO ഒന്ന് എക്സ്പാൻഡ് ചെയ്തടാ. GMO എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക? ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ് അല്ലെ. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തെയാണ് നമ്മൾ GMO എന്ന് പറയുന്നത്. സോ GMO ഈസ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അത് എക്സ്പാൻഡ് ചെയ്യാനല്ല നിങ്ങളോട് ചോദിച്ചത്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? എന്താണ്? ഒരാളുടെ ജനിതക ഘടനയിൽ നമ്മൾ കൃത്രിമമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് വിളിക്കുക. ഒരാളുടെ ജനിതക ഘടനയില് ജീനില് നമ്മൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അത് ഏത് ഓർഗാനിസം വേണമെങ്കിലും ആകാം അല്ലെ. ഫംഗസ് ആവാം, അനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, ബാക്ടീരിയ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഹൂസ് ജീൻ have been altered by manipulation. Whose gene have been altered by manipulation. അതായത് കൃത്രിമമായിട്ട് ഇവരുടെ ജനിതക ഘടനയിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് വിളിക്കാൻ പറ്റും അല്ലേടാ. പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംജി ആൻഡ് അനിമൽസ് whose genes have been altered by manipulation are called genetically modified organism. പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം, ഫംഗസ് ആവാം, ബാക്ടീരിയ ആവാം, ഇവരുടെയൊക്കെ ജനിതക ഘടനയിൽ നമ്മൾ കൃത്രിമമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അവരെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ മെനി വേസ്. ഗിവ് എനി ഫോർ അഡ്വാൻറ്റേജസ് ഓഫ് സച്ച് പ്ലാന്റ്സ്. അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറെ അഡ്വാൻറ്റേജസ് പഠിച്ചിട്ടില്ലേടാ. അപ്പൊ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില പ്ലാന്റ്സ് ഒക്കെ ഡ്രോട്ട് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും, തണുപ്പൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് വാടിപ്പോകും അല്ലെ. പക്ഷേ ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജീൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ മാറൊന്നുമില്ലല്ലോ, വാടി കരിഞ്ഞ് തടന്നു പോവില്ലല്ലോ. ഓക്കെ, അപ്പം അബയോട്ടിക് സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് മെയ്ഡ് പ്ലാന്റ്സ് മോർ ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. നമ്മുടെ അബയോട്ടിക് സ്ട്രെസ് ആയിട്ടുള്ള ഡ്രോട്ട്, കോൾഡ്, ടെമ്പറേച്ചർ ഇതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോ പ്ലാന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഒരു ജെനറ്റിക് മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഓക്കെ, അതേപോലെ സാധാരണയാണെങ്കിൽ നമ്മൾ പെസ്റ്റ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ അല്ലേ യൂസ് ചെയ്യാം. പക്ഷെ അത് കാരണം നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ജീന് പ്ലാന്റ്സിൽ ഉണ്ടെങ്കിലോ, പെസ്റ്റിനെ കൊല്ലാൻ കഴിവുള്ള ഒരു ജീന് പ്ലാന്റ്സിലേക്ക് കൊടുത്താലോ സുഖമായില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പെസ്റ്റിസൈഡ്സിനോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ പറ്റി. റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനോടും അതേപോലെ ഇൻസെക്ടിസൈഡ്സിനോടും ഒക്കെ ആ ഒരു ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. എങ്ങനെ? പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലേ. പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജീനിനെ കൊടുത്തിട്ട് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതേപോലെ നമുക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് കുറയ്ക്കാൻ പറ്റി. വിളവെടുപ്പിന് ശേഷമുള്ള ആ ഒരു നഷ്ടം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റി. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. അതായത് തക്കാളി, ഒരു തക്കാളി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ
തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകും. ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസമൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകും. ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവാതിരിക്കാനുള്ള ഷെൽഫ് ലൈഫ് കൂട്ടാനുള്ള രീതിയിലുള്ള ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിയാൽ പോരെ. സോ നമുക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റി. അതേപോലെ നമുക്ക് ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടാൻ പറ്റി അല്ലേ. ഇൻക്രീസ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി തന്നെ നമുക്ക് കൂട്ടാൻ പറ്റി. അങ്ങനെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഗോൾഡൻ റൈസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലേടാ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഗോൾഡൻ റൈസിനൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതായത് ന്യൂട്രീഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റി. അതേപോലെ പ്ലാന്റ്സിന്റെ മിനറൽ യൂസേജ് നമുക്ക് കൂട്ടാൻ പറ്റി. മിനറൽ യൂസേജ് കൂട്ടാൻ പറ്റി. ടൈലർ മെയ്ഡ് പ്ലാന്റ്സിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലെ. ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് വെച്ചാൽ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുക. അതാണ് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? മെയ്ഡ് ക്രോപ്സ് മോർ ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്, റെഡ്യൂസ്ഡ് ഡിപെൻഡൻസ് അല്ലെങ്കിൽ റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പിനെ നമ്മൾ ഉണ്ടാക്കി. ഹെൽപ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ്, വിളവെടുപ്പിന് ശേഷമുള്ള ആ ഒരു പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്, അതേപോലെ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ആണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെയാണ് ചെയ്യാനായിട്ട് പറ്റിയത്. ക്ലിയർ ആണോടാ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ വേഗം ഒന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ദാ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ഇൻസുലിൻ ഗെറ്റിംഗ് അസംബിൾഡ് ഇൻടു എ മെച്യൂർ ഫോം വാസ് എ മേജർ ചാലഞ്ച് ഇൻ കമേഴ്ഷ്യൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ബൈ rDNA ടെക്നോളജി. ഹൗ ഡിഡ് എലി ലില്ലി കമ്പനി ഫൗണ്ട് എ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം? മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഒരു 2 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെയാണ് എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഇൻസുലിൻ ഉണ്ടാക്കിയതെന്നാ ചോദ്യം. അപ്പൊ ഇൻസുലിൻ ഉണ്ടാക്കുമ്പോഴത്തെ പ്രശ്നം എന്താ? പ്രശ്നം എന്താടാ? CBSE സ്റ്റുഡൻസിനും കാണാട്ടോ. ഇൻസുലിൻ ഉണ്ടാക്കുമ്പോഴത്തെ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പ്രോ ഇൻസുലിൻ ആയിട്ടാണ് ഉണ്ടാവുക. ABC എന്ന് പറയുന്ന 3 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ വെച്ച് തന്നെ മെച്ചുറേഷൻ നടക്കുമ്പോഴാണ് C ചെയിൻ റിമൂവ് ആകുന്നത്. പക്ഷേ നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഈ ഒരു ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള ബാക്ടീരിയയിലൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ ഈ C ചെയിൻ റിമൂവ് ആയി പോകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഹീറോ ആയിട്ട് വന്ന ആളാണ് എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഹ്യൂമൻ ഇൻസുലിന് സിമിലർ ആയിട്ടുള്ള A and B പോളിപെപ്റ്റൈഡ് സീക്വൻസ് ഇവരുണ്ടാക്കി. ഓക്കെ, A and B പോളിപെപ്റ്റൈഡ് സീക്വൻസ് ഇവരെന്ത് ചെയ്തു? ഉണ്ടാക്കി. എന്നിട്ട് ഈ സീക്വൻസിന് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻടു E. coli. ഇതിനെ ഇവര് നമ്മളുടെ സ്വന്തം E. coli ബാക്ടീരിയയിലേക്ക് കൊടുത്തു. എക്സ്ക്രീഷ്യ കോളൈ എന്ന് പറയുന്ന നമ്മുടെ E. coli ബാക്ടീരിയയിലേക്ക് കൊടുത്തു. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തു. ഒരു ഗ്രൂപ്പ് ഓഫ് ഈക്കോളയിലേക്ക് A ചെയിൻ കൊടുത്തു, ഒരു ഗ്രൂപ്പ് ഓഫ് ഈക്കോളയിലേക്ക് B ചെയിൻ കൊടുത്തു. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? ഈ 2 ചെയിൻസിനെയും ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് നമ്മൾ ലബോറട്ടറി കണ്ടീഷനിൽ ലിങ്ക് ചെയ്തു. ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്തു. അതായത് മെച്ചുർ ഇൻസുലിൻ എന്ന് പറയുന്നത് ഇതേപോലെ A ചെയിൻ ഉണ്ടായിരിക്കും, ഇതേപോലെ B ചെയിൻ ഉണ്ടായിരിക്കും, ഇതിനിടയിൽ നമ്മുടെ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് നമ്മൾ ലിങ്കും കൂടെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആ ഒരു ഇൻസുലിൻ കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഷുഗർ പേഷ്യൻസിനും ട്രീറ്റ് ചെയ്യാൻ, ഇൻജെക്ട് ചെയ്യാൻ ആവശ്യമുള്ള ആ ഒരു റീകോംബിനന്റ് ഇൻസുലിൻ ഒക്കെ എലിലിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയിട്ട് ഇവർ ഈ റീകോംബിനന്റ് ഇൻസുലിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമുലിൻ എന്ന് പറയുന്ന ആ ഒരു ട്രേഡ് നെയിം ഒക്കെ കൊടുത്തു. നല്ല പേരല്ലേ ഹ്യൂമുലിൻ? ഇത് പഠിച്ചു വെക്കണേ കറക്റ്റ് ആയിട്ട്. അപ്പൊ എന്താ ചെയ്തേ? എലി ലില്ലി, an American company, prepared 2 DNA sequence corresponding to A and B chains of human insulin. Human insulinന്റെ A and B chainsന് സിമിലർ ആയിട്ടുള്ള DNA sequence ഇവരുണ്ടാക്കി. Introduced them in plasmids of E. coli to produce insulin chain. E. coli ബാക്ടീരിയയിലെ പ്ലാസ്മിഡിലേക്ക് അവർ കൊടുത്തു. And chain A and B were produced separately. സെപ്പറേറ്റ് ആയിട്ട് എയും ബിയും പ്രൊഡ്യൂസ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു, കമ്പൈൻ ചെയ്തു, ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് കമ്പൈൻ ചെയ്തു. അങ്ങനെ നമ്മളുടെ റീകോംബിനന്റ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ഹ്യൂമുലിൻ എന്ന് പറയുന്ന ട്രേഡ് നെയിം ഒക്കെ വെച്ച് അത് മാർക്കറ്റ് ചെയ്തു. റെഡി? അപ്പൊ ഇതെന്തായാലും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റെഡി? ഓക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 ടേംസ് ഉണ്ട്. ആ 4 ടേംസും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പ്ലെയിൻ ദ ടേംസ് ആണ് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ്പ്ലാന്റ് ആണ്. എന്താണ് എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിലുള്ള ആ ഒരു ഗ്രോത്ത് മീഡിയത്തിൽ ഇടുന്ന പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു
ഭാഗം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് എക്സ്പ്ലാന്റ്? എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. ഇതൊന്നും ആയിക്കട്ടെടാ. എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം അതിനെ നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിലെ ഗ്രോത്ത് മീഡിയത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷനിൽ പൊന്നു പോലെ നമ്മൾ നോക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പ്ലാന്റ് എന്ന് പറയാ. അപ്പൊ എന്താണ് എക്സ്പ്ലാന്റ്? കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. എനി പാർട്ട് ഓഫ് എ പ്ലാന്റ് വിച്ച് ഇസ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഇൻ സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയ. സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയത്തിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ വളർത്തുന്ന പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഏതൊരു പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? എക്സ്പ്ലാന്റ് എന്ന് പറയാം. എക്സ്പ്ലാന്റ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ചോദിച്ചുള്ളത് ടോട്ടി പൊട്ടൻസി ആണ്. അപ്പൊ എന്താണ് ടോട്ടി പൊട്ടൻസി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്ലാന്റിനെ പൊന്നുപോലെ തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കുന്നുള്ള പോലെ പൊന്നുപോലെ ടെസ്റ്റ് ട്യൂബിലെ ന്യൂട്രിയൻ മീഡിയത്തിലൊക്കെ വളർത്തിയാൽ ഈ എക്സ്പ്ലാന്റ് പതിയെ എന്തായിട്ട് മാറും? ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എക്സ്പ്ലാന്റിനെ ഹോൾ പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ള ഈ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോട്ടി പൊട്ടൻസി എന്ന് പറയാം. ടോട്ടൽ ആയിട്ട് വളരാനുള്ള പൊട്ടൻഷ്യൽ. റെഡി? അപ്പൊ ടോട്ടി പൊട്ടൻസി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എബിലിറ്റി ഓഫ് എക്സ്പ്ലാന്റ് ടു റീജനറേറ്റ് ആസ് എ ഹോൾ പ്ലാന്റ്. ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് വളരാനുള്ള നമ്മുടെ എക്സ്പ്ലാന്റിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് പറയാ. കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റിൽ നിന്ന് ഒരു ഹോൾ പ്ലാന്റ് റീജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ എക്സ്പ്ലാന്റിന്റെ കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടി പൊട്ടൻസി. ടോട്ടി പൊട്ടൻസി ആ ടേം തന്നെ നിങ്ങൾ ആലോചിക്കുക. ടോട്ടൽ ആയിട്ട് വളരാനുള്ള പൊട്ടൻഷ്യൽ. അങ്ങനെ ആലോചിച്ച് വെക്കാം. റെഡിയാണോ? ടോട്ടി പൊട്ടൻസി കിട്ടിയില്ലേ? ഇനി അടുത്തത് മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ അല്ലെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ നമ്മൾ ഉണ്ടാക്കാണ് അല്ലെ. ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ? ത്രൂ ടിഷ്യൂ കൾച്ചർ. അപ്പൊ ഇങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ടിഷ്യൂ കൾച്ചറിലൂടെ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ മൈക്രോ propagation? Method of producing a large number of plants in very short duration through tissue culture. Tissue cultureലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് large number of plants ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ലേ? ലാസ്റ്റ് വൺ നമ്മളുടെ സോമക്ലോൺസ് ആണ്. അപ്പൊ ടിഷ്യൂ കൾച്ചറിലൂടെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുള്ള ഈ ഒരു ഓഫ് സ്പ്രിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, ഇത് സിമിലർ ആയിരിക്കോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കോ? ഇത് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നും നടന്നിട്ടില്ലല്ലോ. ഒറിജിനൽ പ്ലാന്റിൽ നിന്നുള്ള പാർട്സ് എടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റ്ലെറ്റ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. സോ ഇതെന്ന് പറയുന്നത് ഒറിജിനൽ പ്ലാന്റിനോട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഏതിൽ നിന്നാണോ ഈ എക്സ്പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒറിജിനൽ പ്ലാന്റിനോട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെയാണ് നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ സോമാക്ലോൺസ് എന്ന് പറയാം. Ready? Appo endha somaclans? Plants produced by tissue culture which will be genetically identical to the original plant from which they were grown. ഏത് പ്ലാന്റിൽ നിന്നാണോ ഇവരെ നമ്മൾ എടുത്ത് വളർത്തിയിട്ടുള്ളത് ആ പ്ലാന്റിനോട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റ്ലെറ്റ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോമാക്ലോൺസ് എന്ന് വിളിക്കുക. റെഡി? ഓക്കെ ആണോ? ഓക്കെ ആണെന്നാണെങ്കിൽ നമ്മൾ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്ലിയർ? പക്ക സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റെഡി ആണോടാ? പക്ക സെറ്റ് ആണെങ്കിൽ നമ്മളിതാ ഈ ഒരു ചാപ്റ്ററിന് ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലേക്ക് പോകും. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഏർലി ഡയഗ്നോസിസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് എ ഡിസീസ്. അല്ലെ, ഒരു രോഗം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രോഗം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. റൈറ്റ് എനി ടു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. ഏതെങ്കിലും രണ്ട് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെ ഉണ്ടടാ? PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉണ്ട്, എലൈസ അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസേ ഉണ്ട്, അതേപോലെ RDNA ടെക്നോളജി ഉണ്ട്. 3 മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ 2 എണ്ണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സോ PCR എലൈസയും അത് എഴുതണം കേട്ടോ. അപ്പൊ PCR എന്ന് പറഞ്ഞാൽ എന്താ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് നമ്മുടെ ബോഡിയിലെ പാത്തജന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിലും നമ്മൾ ഇതിന്റെ കുറെ കോപ്പീസ് എടുക്കും. അതായത് ഈ പാത്തജന്റെ ന്യൂക്ലിക് ആസിഡിന്റെ കുറെ കോപ്പീസ് നമ്മൾ PCR യൂസ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ രോഗം ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് എ ബാക്ടീരിയ ഓർ വൈറസ് ക്യാൻ ബി
ഡിറ്റക്റ്റഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദിയർ ന്യൂക്ലിക് ആസിഡ് ബൈ PCR. അവരുടെ ന്യൂക്ലിക് ആസിഡ് ജനറ്റിക് മെറ്റീരിയൽ കുറെ കോപ്പീസ് എടുക്കുക. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ കുറെ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് PCR വെച്ച് കോപ്പി എടുത്തിട്ട് നമുക്ക് രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ PCR എന്ന് പറയുന്നത്. ഈ ഒരു PCR യൂസ് ചെയ്തിട്ട് നമുക്ക് HIV കണ്ടുപിടിക്കാൻ പറ്റും, ക്യാൻസർ പോലത്തെ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അതർ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യൂസസും കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കാം. ദെൻ ELISA ആണ്. ELISA എന്ന് വെച്ചാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ ആണ് നമ്മുടെ ELISA. ഇത് നമ്മൾ എയ്ഡ്സ് ഒക്കെ HIV ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ELISAന്റെ പ്രിൻസിപ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സാമിന് 1 വേർഡിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. എന്താണ്? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. റെഡി? അപ്പൊ ELISAന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ഇത് ഷുവർ ആയിട്ടും എക്സാമിന് 1 വേർഡിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇൻഫെക്ഷൻ ബൈ എ പാത്തജൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആന്റിജൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റഡ് ബൈ ആന്റിബോഡി സിന്തസൈസ്ഡ് അഗെയിൻസ്റ്റ് ദ പാത്തജൻ. ഒന്നുകിൽ ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡിന്റെ പ്രസൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു രോഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റെഡി? അപ്പം PCRും ELISAയും ഇത്രയും ബ്രീഫ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. അടുത്തത് റൈറ്റ് ദ യൂസസ് ഓഫ് PCR. ഓൾറെഡി മിസ് പറഞ്ഞില്ലേ എന്തൊക്കെയാണ് PCRന്റെ യൂസസ്? നമുക്ക് HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ക്യാൻസർ പോലത്തെ മ്യൂട്ടേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ, ക്യാൻസറിലൊക്കെ സംഭവിച്ചിട്ടുള്ള മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതർ ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഒരു PCR നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെഡി? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു സാധനമാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. എന്താണ് പ്രോബ് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു മ്യൂട്ടേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പ്രോബ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ മ്യൂട്ടേഷൻ, ഒരു ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാധനമാണ് പ്രോബ്. അതായത് ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ആവാം. സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ആണ്. വിച്ച് ഈസ് ലാബിൾഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. ലാബിൾഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ വെച്ചിട്ട് ലാബൽ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA, അതിനെയാണ് നമ്മൾ പ്രോബ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു പ്രോബിനെ നമ്മൾ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ട ആ ഒരു ജീനുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ വിടും. അപ്പൊ ജീനുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചില്ല എന്ന് മനസ്സിലാവും. കാരണം നോർമൽ ജീനിന് കോംപ്ലിമെന്ററി ആയിരിക്കും പ്രോബ്. ഇനി ജീനുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം നോർമൽ ജീന് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കോംപ്ലിമെന്ററി ആവാദ്യത. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഒരു പ്രോബ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA ലാബിൾഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. അപ്പൊ നാളത്തെ ലൈവിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. സുവോളജി മെഗാ മാരത്തോൺ ലൈവ് ആയിരിക്കും നാളെ 7 മണിക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ കാണാൻ പറ്റുക. അതേപോലെ പക്ക സ്റ്റഡി പ്ലാനും കൂടെ ഉണ്ട്. ഇനിയുള്ള ദിവസം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ദിവസം എങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ സബ്ജക്ട് നിങ്ങൾ പഠിക്കണം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ തരും. അപ്പൊ ആ ഒരു പക്ക സ്റ്റഡി പ്ലാൻ 7 PM അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുവോളജിയുടെ മെഗാ മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ 2 ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. റെഡി? ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. എന്താണ് പ്രോബ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കാം. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും കൂടെ കഴിഞ്ഞാൽ ലൈവ് എൻഡ് ചെയ്യും. റെഡി? ഓക്കെ, യെസ്. എക്സാം ഒക്കെ അടുപ്പിച്ച് നമുക്ക് രാവിലെ ഒക്കെ ലൈവ് ഉണ്ടാവും കേട്ടോ. പേടിക്കേണ്ട. ഹോർലിക്സ് റിവിഷൻ ഒക്കെ തന്നിട്ടേ നിങ്ങൾ നമ്മൾ എക്സാമിന് വിടുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബയോപൈറസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ബയോപൈറസി എന്ന് വെച്ചാൽ? ബയോ റിസോഴ്സസിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയാണ് അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബസ്മതി റൈസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ, നമ്മളുടെയാണ്. നമ്മളുടെ സ്വന്തം റൈസ് ആണ് ബസ്മതി റൈസ്. അത് ആര് മോഷ്ടിച്ചു കൊണ്ടുപോയി? അമേരിക്കക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവർ പാറ്റന്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ചില ആൾക്കാരുടെയോ ഒക്കെ ബിലോങ് ചെയ്യുന്ന ആ ഒരു ബയോ റിസോഴ്സസ് വേറെ രാജ്യക്കാരോ മൾട്ടിനാഷണൽ കമ്പനീസോ വേറെ ഓർഗനൈസേഷനോ ഒക്കെ നമ്മളോട് ചോദിക്കാതെ ഓതറൈസേഷൻ എടുക്കാതെയും നമുക്ക് കോമ്പൻസേഷൻ തരാതെയും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബയോ പൈറസി എന്ന് പറയാം. യൂസ് ഓഫ് bio resources by multinational companies or other organization without taking proper authorization from the countries and people concerned and without giving compensatory payment. അതാണ് biopiracy. Ready? അപ്പോൾ use of bio resources by multinational companies and other organization without
പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺ ആൻഡ് വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെന്റ്. നമ്മളോട് പെർമിഷനും ചോദിക്കുന്നില്ല, നമുക്ക് അതിന്റെ കോമ്പൻസേഷനും തരാതെ കട്ടുകൊണ്ട് പോകുന്ന പരിപാടി അല്ലെ, ഫുൾ പക്കാ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു പരിപാടിയാണ് നമ്മൾ ബയോ പൈറസി എന്ന് പറയാ. അപ്പൊ എന്താണ് ബയോ പൈറസി എന്നുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ജിയാക്ക് ആണ്. ജിയാക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ്. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തോ, ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ് അല്ലെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ് നമ്മളുടെ ജിയാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. സി ക്വസ്റ്റ്യൻ മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് ജിയാക്ക്. ജിയാക്കിന്റെ ഫംഗ്ഷനെ കുറിച്ച് എഴുതാനാണ്. ഇത് റെയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ജിയാക്കിന് എന്തൊക്കെയുണ്ട് മക്കളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എടാ ജിയാക്ക് ആണ് നമ്മളുടെ വാലിഡിറ്റി, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ജനറ്റിക് മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട്, ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇത് എത്രത്തോളം വാലിഡ് ആണ്, ആവശ്യമുള്ളതാണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെ. മേക്ക് ഡിസിഷൻസ് അബൌട്ട് വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. നമ്മളുടെ GM റിസർച്ചിന്റെ വാലിഡിറ്റിയെ കുറിച്ചുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നു. അതേപോലെ തന്നെ സേഫ്റ്റി അല്ലെ, പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സേഫ് ആണ് എന്നുള്ള ആ ഒരു സേഫ്റ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നതും ആരാണ്? ഈ ഒരു ജിയാക്ക് ആണ്. റെഡി? അപ്പം എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ് നമ്മുടെ ജിയാക്ക് എന്ന് പറയുന്നത്. മേക്ക് ഡിസിഷൻസ് അബൌട്ട് വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. GM റിസർച്ചിന്റെ വാലിഡിറ്റിനെ കുറിച്ച് ഡിസിഷൻ എടുക്കുന്നു. അതേപോലെ മേക്ക് ഡിസിഷൻസ് അബൌട്ട് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് GM ഓർഗാനിസം ഫോർ പബ്ലിക് സർവീസസ്. പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്താൽ ഇത് എത്രത്തോളം സേഫ് ആണ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ജിയാക്ക് ആണ്. ഇത് പക്കാ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. റെഡി? അപ്പൊ 2 ചാപ്റ്റർ നമ്മുടെ മുന്നിൽ നിന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരേ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാനുള്ളത്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ്. അതാണെങ്കിൽ സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഒക്കെ വരും, കിട്ടും. റെഡി? ഓക്കെ അല്ലേ? ആരാണ് ആഫ്റ്റർനൂൺ ഐ വിൽ കട്ട് ദ ക്ലാസ് ഒക്കെ പറയുന്നത്? എന്തിനാണ് ഇപ്പോൾ ആഫ്റ്റർനൂൺ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തത്? ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ. ഇനി ആകെ കുറച്ച് മാസം കൂടിയാണേ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസ്സിലും പോകണ്ട, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ആകുന്നവരെ നമ്മൾ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം മാക്സിമം ക്ലാസ്സിലൊക്കെ പോവാ, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്യുക, അതിന്റെ കൂടെ പഠിക്കുകയൊക്കെ ചെയ്യുക. എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഫുൾ ഇരുന്ന് പഠിക്കണം, നിങ്ങൾ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചില്ല് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ പഠിത്തവും കൊണ്ടുപോവുക അല്ലെ. അങ്ങനെയില്ലേ ചിലര് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എൻഗേജ്ഡ് ആവുകയും ചെയ്യും. നമ്മൾ അങ്ങനെയായിരിക്കണം, അല്ലാണ്ട് പഠിത്തം മാത്രമായി പോകണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് ഒന്നും കട്ട് ചെയ്യാതെ ക്ലാസ്സിലൊക്കെ പോയി ഫുൾ ചില്ല് ചെയ്യാം ഞങ്ങള്. റെഡി? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ബാച്ചിൽ ജോയിൻ ചെയ്ത കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. തിയറി മാത്രമല്ല, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും ഈസി ക്വസ്റ്റ്യനും മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുള്ളൂ. സോ അപ്പോഴേക്ക് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ എനിക്കിത് പൊളിക്കും അല്ലെ, ഞാനിത് പൊളിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ വരും. സോ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ വെറും 2000 rupees മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ വേഗം തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല. ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. നമ്മുടെ ബാച്ചിലുള്ള ആരെങ്കിലും ഒക്കെ ലൈവ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബാച്ചിനെ കുറിച്ച്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 30 പക്ക ഷ്വേ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് നമ്മൾ എൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഷ്വർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അന്ന് നിങ്ങൾ എന്നെ ഓർക്കോ മക്കളെ, സ്മരിക്കോ. നിങ്ങൾ ഓർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, എക്സാം വൃത്തിക്ക് എഴുതിയാൽ മതി കേട്ടോ. എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഓർത്തില്ലേലും ഒരു കുഴപ്പമില്ല, എക്സാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതുക. ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റണം, അതാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, യെസ്, റെഡി. ഒരു മിനിറ്റ്. അയ്യോ, ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് ആയിരുന്നു, പക്ഷെ മിസ് ഇപ്പൊ ഇവിടെയാണ് കേട്ടോ. ഇപ്പൊ ഇവിടെയാണ്. ഓക്കെ, യെസ് ആയിരുന്നുടാ, പക്ഷെ ഇപ്പൊ ഞാൻ MS സൊല്യൂഷനിൽ എത്തിയിരിക്കുന്നു.
എങ്ങനെയൊക്കെയോ ഞാൻ MS സൊല്യൂഷന്റെ പടിവാതിലിൽ എത്തിയിരിക്കുകയാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ പോവാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ മോഡ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സ്പീഷീസ്. കുറേ തന്നിട്ടുണ്ട്, ABCDFGH വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നിലും അവരുടെ ആ ഒരു ഇന്ററാക്റ്റീവ് റിലേഷൻഷിപ്പ് ഏതാണ്? നമ്മൾ ലാസ്റ്റ് സ്പീഷീസ് ഇന്ററാക്ഷൻ പഠിക്കുന്നില്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ അത്? അപ്പൊ ആ ഒരു സ്പീഷീസ് ഇന്ററാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഏതാണ് ഇന്ററാക്ഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാ A ക്വസ്റ്റ്യൻ. ടൈഗർ ഈറ്റിംഗ് ഡീർ. ഒരു ടൈഗർ വന്ന് പാവം നമ്മുടെ മാൻപേടയെ കൊന്നു തിന്നുന്നു. ഏതാ? കോമ്പറ്റീഷൻ ആണോ, പാരസിറ്റിസ് ആണോ, പ്രിഡേഷൻ ആണോ, മ്യൂച്വലിസ് ആണോ, കമൻസലിസ് ആണോ? പോരട്ടെ, എന്റെ പേര് അതുല്യ എന്നാണ് കേട്ടോ. ഏതാ? ഈശ്വര, ടൈഗർ ഈറ്റിംഗ് ഡീർ മ്യൂച്വലിസാ? ടൈഗർ ഡീറിനെ കൊല്ലുമ്പോ ഡീറിന് എന്ത് സുഖാ കിട്ടുന്നേ? ഏതാ? പ്രിഡേഷൻ ആണ് അല്ലെ? അതായത് പ്രിഡേറ്റർ വന്ന് പ്രേയെ കൊന്നു തിന്നാണ് ചെയ്യുന്നത്. ഒരാള് ഒന്നിനെ കൊന്നു തിന്നാണ്. ആ ഒരു ടൈപ്പ് ഇന്ററാക്ഷൻ ഏതാണ്? പ്രിഡേഷൻ ആണ്. ഇതിൽ ടൈഗർ ആണ് നമ്മുടെ പ്രിഡേറ്റർ, പാവം നമ്മുടെ മാനാണ് നമ്മുടെ പ്രേ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് പ്രിഡേഷൻ ആണ് കേട്ടോ. ബി ആണോ പറഞ്ഞത്? യെസ്, ബി കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ബട്ടർഫ്ലൈ ഫീഡിംഗ് പോളൻ. അതായത് നമ്മുടെ ബട്ടർഫ്ലൈസ് വന്ന് പൂവിലുള്ള തേനൊക്കെ കുടിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ബട്ടർഫ്ലൈസിന് മാത്രമേ ഗുണമുള്ളൂ എന്നല്ലേ, കാരണം അതിന് ഫുഡൊക്കെ കിട്ടിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് എന്തും കൂടെ നടക്കാണ്, ആ പോളിനേഷനും കൂടെ നടക്കാണ്. ഒരു ബട്ടർഫ്ലൈ ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പോകുമ്പോൾ ആ ഒരു പോളൻ ട്രാൻസ്ഫറും കൂടെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. സോ ഇതെന്താണ്? രണ്ടു പേർക്കും ഗുണമുള്ള പരിപാടിയാണ്. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പരിപാടിയാണ്. സോ അതേതാ? മ്യൂച്വലിസം. സോ ബി ഈസ് മ്യൂച്വലിസം. റെഡി? ഇനി സി എന്ന് പറയുന്നത് ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് ഫീഡ്സ് ഓൺ സ്നെയിൽ. ഇത് പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ലൈസ് ഓൺ ഹ്യൂമൻസ്, നമ്മുടെ തലയിലെ പേന്, ഇതും ഒരു എക്ടോ പാരസൈറ്റ് അല്ലേ. സോ അതും എന്തിന് എക്സാമ്പിൾ ആണ്? പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഓർക്കിഡ് അറ്റാച്ച്ഡ് ടു എ ട്രീ. ഒരു മരത്തിന്റെ മേലെ പറ്റി പിടിച്ച് വളരുന്ന ഓർക്കിഡ് എന്തിന് എക്സാമ്പിൾ ആണ്? മരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഓർക്കിഡ് വളരുന്നുണ്ട്? ഓർക്കിഡ് മരം വിചാരിക്കും നീ വളരാണ്ടിരിക്കുക, എന്ത് വേണേ ചെയ്തു, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയും അല്ലേ. കാരണം ഓർക്കിഡിന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വളരാൻ ഒരു സ്ഥലം മതി. അപ്പൊ മരത്തിന് ഒരു പ്രശ്നമില്ല, ഹാർംഫുൾ എഫക്റ്റും ഇല്ല, ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല. പക്ഷെ ഓർക്കിഡിനാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാ അല്ലെ, കാരണം അറ്റാച്ച് ചെയ്ത് വളരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടിയില്ലേ. അപ്പൊ ഒരാൾക്ക് ബെനിഫിറ്റും ഒരാള് അൺഎഫക്റ്റഡ് ആണ്. ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല, ഹാർംഫുൾ എഫക്റ്റും ഇല്ല എങ്കിൽ അത് ഏതാ? ആ കമ്മൻസലിസം അല്ലേ. സോ നമ്മുടെ ഇ എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? കമ്മൻസലിസത്തിന് എക്സാമ്പിൾ ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. യെസ്, അങ്ങനെയാണെങ്കിൽ എഫിലേക്ക് പോവാണ്. മൈക്കോറൈസൽ അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അതായത് നമ്മുടെ ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷൻ ആണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്താണ് ഈ പെണ്ണിനൊരു കളി കൂടുതൽ? ഓക്കെ, ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. അതായത് ഫംഗസിനും ഗുണാണ്, അതേപോലെ പ്ലാന്റ്സിനും ഗുണാണ്. റെഡി? അടുത്തത് സ്പാരോ ഈറ്റിംഗ് സീഡ്. ഇത് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോ. ഈ ഒരു സ്പാരോ ഈറ്റിംഗ് സീഡ്, അതായത് നമ്മുടെ സീഡ്സ് ഒക്കെ തിന്നുന്ന ഈ ഒരു കുരുവികൾ അല്ലെങ്കിൽ പക്ഷികളെ ഇങ്ങനത്തെ ഒക്കെ തന്നു കഴിഞ്ഞാലും അതും പ്രിഡേഷൻ ആണ് കേട്ടോ. അത് ഒന്നിന് ഗുണം ഒന്നിന് ദോഷം അല്ലേ. സോ അത് പ്രിഡേഷൻ ആണ്, അതൊന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ആൻഡ് ഇഗ്രസ് ഫോറേജിങ് ക്ലോസ് ടു കാറ്റിൽ. അതായത് നമ്മുടെ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കൊച്ചകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതെന്താണ്? കമ്മൻസലിസ് ആണ്. പശുവിന് ഗുണമില്ല, ദോഷമില്ല, പക്ഷെ ഇവർക്ക് ഭയങ്കര ഗുണമാണ്. കാരണം പശു ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ ആക്കി അതിനുള്ളിലുള്ള പ്രാണികളൊക്കെ അവർക്ക് തിന്നാൻ പറ്റും. അപ്പൊ ഇത് കമ്മൻസലിസം ആണ്. റെഡി? അപ്പൊ പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസും 0 ആണ്. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ 2 പ്ലസ് ആണ്, രണ്ടാൾക്കും ഗുണമാണ്. പാരസിറ്റിസം എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും ആണ്, ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷമാണ്. കമ്മൻസലിസം എന്ന് പറയുമ്പോൾ പ്ലസ് ആൻഡ് 0 ആണ്. അയ്യോ, പ്രിഡേഷൻ പ്ലസും മൈനസും ആണ് എടാ, പ്ലസും മൈനസും. കമ്മൻസലിസം എന്ന് പറയുമ്പോൾ പ്ലസും 0 ആണ്, ഒരാൾക്ക് ഗുണം ഒരാൾ അൺഎഫക്റ്റഡും ആണ്. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ 2 പ്ലസ് ആണ്. പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും. കമ്മൻസലിസം എന്ന് പറയുമ്പോൾ പ്ലസും 0. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. റെഡി? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ആൻസർ ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എടാ, ഈ ക്രിസ്മസ് എക്സാമിന് 3 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് തരും. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ഉണ്ടായിരിക്കും. ഒബ്സർവ് ദ ഗ്രാഫ്. ഗ്രാഫ് ഒക്കെ വേഗം ഒബ്സർവ് ചെയ്തോ, വേഗം ഗ്രാഫ് ഒക്കെ ഒബ്സർവ് ചെയ്തോ.
എ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എ ആൻഡ് ബി. ഇവിടെ എ ഇതാ ഒരു ജെ ഷേപ്ഡ് കർവ് ആണ് കാണിച്ചിട്ടുള്ളത്. dn/dt = Rn എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു ലാഗ് ഫേസും ഇങ്ങനെ പിന്നെ സ്റ്റേബിൾ ആയിട്ടൊക്കെ പോകുന്ന ഒരു ടൈപ്പ് എസ് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് ആണ് കാണിച്ചിട്ടുള്ളത്. dn/dt = Rn × k - n/k എന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു കർവിന്റെ ഷേപ്പ് അനുസരിച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ അനുസരിച്ചും ഏതാണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ തെറ്റിക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, ശരിയായിട്ട് എഴുതിയാൽ മതി. അപ്പൊ എ എന്ന് പറയുന്നത് എന്താടാ? ഏതാ? യെസ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ് അല്ലേ? എ ഈസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ബി എന്താ? നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ജെ ഷേപ്ഡ് കർവ് ആണെങ്കിൽ അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. മറ്റേത് അതായത് ഒരു സിഗ്മോയിഡ് കർവ് ഒക്കെ ആണെങ്കിൽ അത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ ആണ് dn/dt = Rn. ലോജിസ്റ്റിക് ഗ്രോത്ത് ആണെങ്കിൽ dn/dt = Rn ന്റെ കൂടെ k - n/k കൂടെ വരും. റെഡി? അടുത്തത്, വാട്ട് ഡു ദ ഫോളോയിങ് നൊട്ടേഷൻസ് റെപ്രസെന്റ്? N, R, K. ഇത് ഓരോന്നും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇത് പക്ക നിങ്ങൾ പഠിച്ചു വെച്ചോ, ഷുവർ ആണ്. N എന്ന് പറഞ്ഞാൽ എന്താടാ? പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് അല്ലെ? N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് നമ്മുടെ R. അതായത് ബർത്ത് മൈനസ് ഡെത്ത് ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ആറ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. കെ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് അല്ലെ? ആ ഒരു മാക്സിമം ലെവൽ, അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക. സോ കെ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഓരോ ലെറ്റേഴ്സും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകിൽ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും. ക്ലിയർ? ക്യാരിയിങ് കപ്പാസിറ്റി. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന് തന്നെയാണ് നമ്മൾ വേൾഡ് ഹെസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നും പറയാം കേട്ടോ. അപ്പൊ ഇത് കണ്ട് പേടിക്കണ്ട, അയ്യോ ഇത് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. സംഭവം സിമ്പിളാ. ലോജിസ്റ്റിക് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ കടുകട്ടി വാക്കൊക്കെ തന്നതാ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ലോജിസ്റ്റിക് ഗ്രോത്ത് തന്നെയാണ് നമ്മളെ വേൾഡ് ഹെസ്റ്റ് പേൾ പറയാൻ തന്നെ ആവുന്നില്ല അല്ലെ? പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും അതും സെയിം ആട്ടോ. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എ പോപ്പുലേഷൻ ഹാസ് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഡസ് നോട്ട്. വാട്ട് ആർ ദേ? ആദ്യം നമ്മളോട് പറഞ്ഞത് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാ. അപ്പൊ ഏതൊക്കെയാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്? നമ്മുടെ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ നാറ്റാലിറ്റി ഉണ്ട്, ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മോർട്ടാലിറ്റി ഉണ്ട്, സെക്സ് റേഷ്യോ ഉണ്ട് അല്ലെ? സെക്സ് റേഷ്യോ ഉണ്ട്, അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇത്രയും നമുക്ക് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ എഴുതാം. ഓക്കെ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇത്രയും നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എയും ബിയും ഏതാണെന്ന് കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നാറ്റാലിറ്റി ആണുള്ളത്. നാറ്റാലിറ്റി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണമാവുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉള്ളത്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുകയാണ്. അപ്പൊ നാറ്റാലിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മുടെ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ആയിരിക്കും അല്ലെ? മോർട്ടാലിറ്റി ആയിരിക്കും. എന്താ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ? ഡെത്ത് റേറ്റ് ആണ്. അതായത് ഒരു പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. സോ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഡെത്ത് റേറ്റ് ആണ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡൈഡ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പോപ്പുലേഷനിൽ എത്ര നമ്പർ ഓഫ് ഡെത്ത് നടന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോർട്ടാലിറ്റി എന്ന് വിളിക്കുക. ഡെത്ത് റേറ്റ് ആണ്. ഇനി ഇവിടെ ബി നോക്കിയേ, ഇമിഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി കാരണമാകും. ഇവിടെ നമുക്ക് പ്ലസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ആൻഡ് അടുത്തത് ബി ഏതാണെന്ന് തന്നിട്ടില്ല, മൈനസ് ആണ് ഇട്ടത്. സോ ബി ഏതായിരിക്കും? ബി എന്ന് പറയുന്നത് എമിഗ്രേഷൻ അല്ലേ? ഇമിഗ്രേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന ഏതാണ്? എമിഗ്രേഷൻ ആണ്. എന്താ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? എത്ര പേര് പോപ്പുലേഷനിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് പോയി അല്ലെ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ലെഫ്റ്റ് ദ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് എത്ര പേര് അങ്ങോട്ട് പോയി അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു എമിഗ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഇമിഗ്രേഷനും നാറ്റാലിറ്റിയും, അതായത് ബർത്ത് റേറ്റും ഇമിഗ്രേഷനും ആണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പേര് ജനിച്ചു. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലേക്ക് പുതുതായിട്ട് എത്ര പേര് വന്നു. ഇത് രണ്ടും പോപ്പുലേഷൻ കൂട്ടാൻ സഹായിക്കും. എന്നാൽ എമിഗ്രേഷനും മോർട്ടാലിറ്റിയും പോപ്പുലേഷൻ കുറയ്ക്കാനാണ് കാരണമാവുന്നുണ്ടായിരിക്കുക. സോ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. എമിഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ആൻഡ് ഗോൺ എൽസ്വേർഡ് ഡ്യൂറിംഗ് എ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ.
നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ലെഫ്റ്റ് ദ പോപ്പുലേഷൻ ഗിവൺ എ പീരീഡ് ഓഫ് ടൈം. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ക്ലിയർ? ഈ ഒരു ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ എന്താ അപ്പൊ തരിക? നിങ്ങൾ ലൈവ് ചാറ്റിൽ ഒന്നുകൂടെ ഒന്ന് ഫയർ ഇട്ടെ. സമയമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഒന്നും ചോർന്നു പോയിട്ടില്ല എന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ആ ലൈവ് ചാറ്റിൽ ഒരു ഫയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല, സ്പീഷീസ് തന്നിട്ടുണ്ട്, ഓരോ ഇന്ററാക്ഷൻ എഴുതാനായിരിക്കും അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ സ്പീഷീസ് എ ഉണ്ട്, സ്പീഷീസ് ബി ഉണ്ട്. അവർ തമ്മിൽ ആ ഒരു ഇന്ററാക്ഷന്റെ എഫക്ട് ഇവിടെ +-0 സൈൻ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. എ, ഗിവ് ദ നെയിം ഓഫ് ഇന്ററാക്ഷൻ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും ഇന്ററാക്ഷന്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കിയാൽ മക്കളെ, രണ്ട് സ്പീഷീസിനും ബെനിഫിറ്റ് ആണ്. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുള്ള പറയുന്ന സംഭവമാണ്. യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നാമത്തേത് ഏതാ? മ്യൂച്വലിസം ആണ്. ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വലിസം. രണ്ടാമത്തത് രണ്ടുപേർക്കും എന്താണ്? ഹാംഫുൾ എഫക്റ്റ് ആണ് അല്ലെ. രണ്ടിനും നെഗറ്റീവാ, ഫുൾ നെഗറ്റീവ് ഓളികൾ അല്ലെ. അപ്പൊ അത് ഏതാ വരാ? കോമ്പറ്റീഷൻ അല്ലെ. രണ്ടുപേർക്കും നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? കോമ്പറ്റീഷൻ ആണ്. വെരി ഗുഡ്. ആൻഡ് അടുത്തത് ഒരാൾക്ക് പോസിറ്റീവ് എഫക്റ്റ് ആണ്, അതായത് ഒരാൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്, എന്നാൽ മറ്റേ ആൾക്ക് പോസിറ്റീവ് എഫക്റ്റും ഇല്ല, നെഗറ്റീവ് എഫക്റ്റും ഇല്ല, ബെനിഫിറ്റും ഇല്ല, അതേപോലെ ഹാംഫുൾ എഫക്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ? നമ്മളുടെ കമ്മൻസലിസം ആണ് അല്ലെ. കമ്മൻസലിസം ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് നെഗറ്റീവ് ആൻഡ് സീറോ ആണ്, അതായത് ഒരാൾക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ്, ഒന്നിനാണെങ്കിൽ പ്ലസ് എഫക്റ്റും ഇല്ല, സീറോ അതായത് മൈനസ് എഫക്റ്റും ഇല്ല, അതിന് അൺഎഫക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു കേസ് ആണെങ്കിൽ അത് ഏതാ? അമൻസാലിസം ആണ്. റെഡി? അമൻസാലിസം. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് ഐഡന്റിഫൈ ചെയ്തു. എക്സ്പ്ലെയിൻ പാരസിറ്റിസം ആൻഡ് പ്രിഡേഷൻ. അടുത്തത് പ്രിഡേഷൻ ആൻഡ് പാരസിറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ പ്രിഡേഷനിൽ നമുക്കറിയാം ഒന്ന് എന്ത് ചെയ്യാണ്? കില്ല് ചെയ്യാണ് അല്ലെ. ഒരു സ്പീഷീസ് വേറെ ഒന്നിനെ കില്ല് ചെയ്ത് ജീവിക്കാണ്. അപ്പൊ കൊല്ലുന്ന ആൾക്കാരെ പ്രിഡേറ്റർ എന്നും കൊല്ലപ്പെടുന്ന ആൾ, അതായത് മരിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രേ എന്നും പറയും. അതാണ് പ്രിഡേഷൻ എന്ന് പറയാം. എന്നാൽ പാരസിറ്റിസം എന്ന് പറഞ്ഞാല് ഒരാള് വേറൊരു ഓർഗാനിസത്തിന്റെ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡിൽ ജീവിക്കുകയാണ് അല്ലെ. ഇൻസൈഡ് ഓർ ഔട്ട്സൈഡിൽ ജീവിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പാരസിറ്റിസം എന്ന് പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ പ്രിഡേഷൻ, an organism kills and feeds on another organism. ഒന്ന് വേറൊന്നിനെ കൊന്നിട്ട് അതിനെ ഫീഡ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അതാണ് പ്രിഡേഷൻ. വൺ ഹു കിൽസ് ഈസ് നോൺ ആസ് പ്രിഡേറ്റർ. ആരാണോ കൊല്ലുന്നത് അവരെ പ്രിഡേറ്റർ എന്ന് വിളിക്കും. ആരെയാണോ കൊല്ലുന്നത്, അതായത് ആരാണോ മരിക്കുന്നത്, അവരെ നമ്മൾ പ്രേ എന്ന് വിളിക്കും. ഇനി പാരസിറ്റിസം എന്ന് വെച്ചാൽ എന്താ? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സ്പീഷീസ് ഇൻ വിച്ച് ദ പാരസൈറ്റ് ലീവ്സ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് അനദർ ഓർഗാനിസം ആൻഡ് കോസ് ഹാം ടു ഇറ്റ്. അതായത് വേറൊരു ഓർഗാനിസത്തിന് ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ പാരസൈറ്റ് ജീവിക്കും, എന്നിട്ട് അതിന് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരസിറ്റിസം എന്ന് വിളിക്കാം. അടുത്തത് ഗിവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിഡേറ്റേഴ്സ്. ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് നമ്മുടെ പ്രിഡേറ്റേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ്. 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 2, ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സിൽ, അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നു. 3, പ്രേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ 3 പോയിന്റ്സും പക്ക ക്ലിയർ ആയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രിഡേറ്റേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. റെഡി? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബൈ റെഡ്യൂസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ എമംഗ് കോമ്പീറ്റിംഗ് പ്രേ സ്പീഷീസ്. അതായത് പ്രേ സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ കുറച്ചിട്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. യൂസ്ഡ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ഇൻ അഗ്രികൾച്ചർ പെസ്റ്റ് കൺട്രോൾ. കാർഷിക മേഖലയിൽ ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്യുന്നു. എന്താണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പ്ലാന്റിനെ ഒരു പെസ്റ്റ് വന്ന് അറ്റാക്ക് ാണ്. അപ്പൊ ആ പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ കൊട്ടേഷൻ കൊടുക്കും. ആർക്ക്? അതിന്റെ നേച്ചുറൽ എനിമി. പ്രകൃതിയിൽ തന്നെ അതിനൊരു എനിമി ഉണ്ടാവല്ലോ. ആ നേച്ചുറൽ എനിമിനെ നമ്മൾ അവിടത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയാ. അപ്പം ആ ഒരു ഏത് പെസ്റ്റ് ആണോ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്നത് അതിന്റെ പ്രിഡേറ്റർ ആയിരിക്കും അതിന്റെ നാച്ചുറൽ എനിമി അല്ലെ. സോ പ്രിഡേറ്ററിനെ കൊട്ടേഷൻ കൊടുത്ത് നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കും. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതേപോലെ പ്രേ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രിഡേറ്റേഴ്സ് ഇല്ലെങ്കിൽ പ്രേ ഇങ്ങനെ പെറ്റ് പെരുകൂലേ. അങ്ങനെ പ്രേ ഇങ്ങനെ പെറ്റ് പെരുകിയാൽ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും, എന്നിട്ട് കുറെ ആൾക്കാർ എക്സ്റ്റെന്റ് ഒക്കെ ആയി പോകും അല്ലെ. അപ്പൊ പ്രേ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഡേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിഡേറ്റേഴ്സിനെ നമ്മൾ പ്രൂഡന്റ് ഇൻ നേച്ചർ എന്നാ പറയാ, വിവേകശാലികളാണെന്നാ പറയാ. കാരണം ഇപ്പൊ ഒരു കാട്ടിലുള്ള സിംഹത്തിന് ആ കാട്ടിലുള്ള എല്ലാ മാന്യം വേണമെങ്കിൽ ഒറ്റയടിക്ക് പിടിച്ചു നിന്നാലേ ഒരു 1, 2, 3 ദിവസം എടുത്ത് ഒറ്റയടിക്ക് കൊന്നു തിന്നാം. പക്ഷെ പിന്നെ അതിന് കഴിക്കാൻ ഫുഡ് ഉണ്ടാവോ? അപ്പൊ ഇവരെന്ത് ചെയ്യില്ല? പ്രൂഡന്റ് ആണ്, വിവേകശാലികളാണ്. എല്ലാത്തിനും ഒറ്റയടിക്ക് കഴിക്കൊന്നുമില്ല. കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കഴിക്കാൻ ഫുഡ് ഉണ്ടാവില്ല, ഇവർ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന ഇവർക്ക് അറിയാം. സോ പ്രൂഡന്റ് ഇൻ നേച്ചർ എന്നാണ് നമ്മൾ പറയാം. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ.
ഓക്കെ, ആർക്കാണടാ ഇപ്പൊ അന്യഗ്രഹത്തിലേക്കൊക്കെ പോകേണ്ടത്? എന്റെ ബോട്ടണി ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എന്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അന്യഗ്രഹത്തിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചു പോവാണോ? എന്താണ് ഇപ്പൊ ഒരു അന്യഗ്രഹത്തിലേക്കൊക്കെ പോകല്? ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ചാറ്റ് ബോക്സ് അല്ല, നമ്മളിതാ അടിപൊളിയായിട്ട് ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഇതിനൊക്കെ നിങ്ങൾക്ക് വേറെ സമയമില്ലേ? അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ 30 ഷ്വർ ക്വസ്റ്റ്യൻസ് പക്കാവേ. ഞാൻ ഓർമ്മിപ്പിച്ചു. റെഡി? അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഗിവൺ ബിലോ ആർ എക്സാമ്പിൾ ഓഫ് സം പോപ്പുലേഷൻ ഇന്ററാക്ഷൻ, ഐഡന്റിഫൈ ആൻഡ് ഡിഫൈൻ ഇന്ററാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ആ ഒരു ഇന്ററാക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റിൽ ഇഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, അതായത് നമ്മുടെ പശുക്കളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചകളെ പോലെയുള്ള ഒരു പക്ഷികൾ. ഇത് ഏതാ മക്കളെ? പശുക്കൾക്ക് എന്തെങ്കിലും ഗുണോ ദോഷം ഉണ്ടോടാ? പശുവിന് ഒരു ഗുണമില്ല, ഒരു ദോഷമില്ല. പശു എന്ന് പറയുന്ന 0 എഫക്റ്റ് ആണ്. എന്നാൽ കാറ്റിൽ ഇഗ്രറ്റിനോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവർക്ക് നല്ല സുഖാലേ, പശുക്കൾ പോയ ആ ഒരു ഭാഗത്തുള്ള പ്രാണികളൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിച്ച് സുഖമായിട്ട് അവർ ജീവിക്കുക. അപ്പൊ ഇവർക്ക് പോസിറ്റീവ് എഫക്റ്റ് അല്ലേ? അപ്പൊ ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് 0 ആണെങ്കിൽ ആ ഇന്ററാക്ഷൻ ഏതാണ്? കമൻസാലിസം ആണ്. സോ കമൻസാലിസം എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ കമൻസലിസം എന്ന് പറഞ്ഞാൽ? വൺ സ്പീഷീസ് ഈസ് ബെനിഫിറ്റഡ്, അതർ സ്പീഷീസ് നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. അല്ലെ, ഒരു സ്പീഷീസിന് ബെനിഫിഷ്യൽ എഫക്റ്റ് ആയിരിക്കും, മറ്റേ സ്പീഷീസിന് ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല, ഹാംഫുൾ എഫക്റ്റും ഇല്ല. അതാണ് കമൻസലിസം. കമൻസലിസത്തിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. ഓർക്കിഡ്, മാംഗോ ട്രീ, അതേപോലെ തന്നെ സീ അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഷാർക്ക് ആൻഡ് സക്കർ ഫിഷ്, ഇതൊക്കെ നമ്മുടെ കമൻസലിസത്തിന് എക്സാമ്പിൾ ആണ്. റെഡി? അടുത്തത് ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. അപ്പൊ നമുക്കറിയാം ഈ ഫിഗ് ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് നമ്മുടെ വാസ്പ് മുട്ടയിടുക. എന്നാൽ ഈ ഫിഗ് ട്രീന്റെ പോളിനേഷൻ നടക്കാൻ വേണമെങ്കിൽ വാസ്പ് കൂടിയേ തീരും. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടിയാണ്. സോ അതേതാണ്? മ്യൂച്വലിസം ആണ്. അപ്പൊ എന്താ മ്യൂച്വലിസം? ഇന്ററാക്ഷൻ ഇൻ വിച്ച് ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്. 2 സ്പീഷീസിനും ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അടുത്തത് കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ ഹെഡ്ജ് പ്ലാൻ. നമ്മൾ അരികിലൊക്കെ വളർത്തുന്ന ആ ഒരു പ്ലാന്റ്സിലൊക്കെ വളർത്തുന്ന ഈ ഒരു കസ്ക്യൂട്ടയാണ്. അപ്പൊ കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ ഹെഡ്ജ് പ്ലാൻ എന്ന് പറയുന്നത് പാരസിറ്റിസത്തിന് എക്സാമ്പിൾ അല്ലെ. കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ്. ഈ ഒരു പ്ലാന്റ്സിൽ നിന്ന് ന്യൂട്രീഷൻ ഒക്കെ കംപ്ലീറ്റ് ഇവർ വലിച്ചെടുക്കും. ഓസിക്ക് ഊറ്റി ജീവിക്കുന്ന ആൾക്കാരാണ് കസ്ക്യൂട്ട. സോ അത് പാരസിറ്റിസം ആണ്. പാരസിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ വേറെ ഒന്നിന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡിൽ ലിവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് നെഗറ്റീവ് എഫക്ട് ഒക്കെ ഉണ്ടാക്കും. റെഡി? അപ്പൊ കമൻസലിസം, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 ഓർഗാനിസംസ് ഇൻ വിച്ച് വൺ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് അതർ ഈസ് നെയ്തർ ഹാംഡ് ഓർ ബെനിഫിറ്റഡ്. അതാണ് കമൻസലിസം. മ്യൂച്വലിസം, ബോത്ത് ഇന്ററാക്റ്റീവ് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്, പ്ലസ് ആൻഡ് പ്ലസ്. പാരസിറ്റിസം, one species depends on other species for food and shelter. അപ്പൊ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹാം ചെയ്യപ്പെടും. പാരസൈറ്റിന് ബെനിഫിഷ്യൽ എഫക്റ്റ് ആയിരിക്കും. പ്ലസ് ആൻഡ് മൈനസ് ആയിരിക്കും. റെഡി? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ആർ ഏജ് പിരമിഡ്? ഇവിടെ പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് ഏജ് പിരമിഡ് എന്നാ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ? +2 ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഏജ് പിരമിഡ് എന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. അപ്പൊ എന്താണ് ഏജ് പിരമിഡ്? ഒരു പോപ്പുലേഷന്റെ ഏജ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏജ് പിരമിഡ്. ഓക്കെ, അപ്പൊ ഗ്രാഫിക്കൽ representation of age distribution of a population. Age distribution of a population. ഒരു പോപ്പുലേഷന്റെ ഏജ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏജ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ആർ ദ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് ഉണ്ടെന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉണ്ടടാ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. 0 to 14 ഇയേഴ്സ് വരുന്ന പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ 15 to 45 വരുന്ന റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ 45 to 70 വരുന്ന പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഈ മൂന്നും കറക്റ്റ് ആയിട്ട് എഴുതാം. പ്രീ റീപ്രൊഡക്റ്റീവ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഉണ്ട്, അതേപോലെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. സി ഇതെന്താണ്? ABC ആണ്. ഐഡന്റിഫൈ ഏജ് പിരമിഡ് ഗിവൺ ബിലോ. താഴെ തന്നിലുള്ള ഏജ് പിരമിഡ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ. പ്രീ റീപ്രൊഡക്റ്റീവ് ആണ് ഏറ്റവും കൂടുതൽ, അതിലും കുറവാണ് റീപ്രൊഡക്റ്റീവ്, അതിലും കുറവാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അപ്പൊ ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ഒക്കെ വളർന്ന് ഇവിടെ എത്തുമ്പോൾ ഇത് കൂടും, ഇതൊക്കെ വളർന്ന് ഇവിടെ എത്തുമ്പോൾ ഇത് കൂടും. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടാണ് ചെയ്യാം. നേരെ മറിച്ച് രണ്ടാമത്തെ എന്താ? ഡിക്ലൈനിങ് ആണ്, കുറയല്ലേ ചെയ്യുന്നത് കണ്ടാല്. അപ്പൊ ഇത് ഡിക്ലൈനിങ് ആണ്, അതായത് ബി ഇവിടെ എത്തുമ്പോൾ ഇത് കുറയല്ലേ ചെയ്യാ. അപ്പൊ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. സോ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ?
ഓക്കെ ആണെന്നാണെങ്കിൽ നമ്മൾ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയേ നമുക്കുള്ളൂ. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. സീ അനിമോണും ക്ലോൺ ഫിഷും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തിന് എക്സാമ്പിൾ ആണെന്നാ ചോദിച്ചത്. അപ്പൊ സീ അനിമോണിന് വല്ല ഗുണമുണ്ടോ വല്ല ദോഷമുണ്ടോ? ഒരു ഗുണമില്ല ദോഷമില്ല. പക്ഷെ നമ്മുടെ ക്ലോൺ ഫിഷിനാണെങ്കിൽ പ്രിഡേറ്റേഴ്സ് എന്നൊക്കെ രക്ഷപ്പെടാൻ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് വിളിച്ചാൽ മതി അല്ലെ. അപ്പൊ ഒരാൾക്ക് പ്ലസും ഒരാൾക്ക് സീറോ ആണെങ്കിൽ വെരി ഗുഡ്. അത് ഏതാണ്? നമ്മളുടെ കമ്മൻസലിസത്തിന് എക്സാമ്പിൾ ആണ്. സോ നമുക്ക് കിട്ടി അത് കമ്മൻസലിസം ആണ്. നെക്സ്റ്റ് എന്താ? Parasitic bird lays its egg in the nest of the host and the host bird incubate it. Name the type of parasitic interaction. അതായത് ചില പാരസിറ്റിക് ബേർഡ്സ് പോയിട്ട് എന്ത് ചെയ്യും? ഹോസ്റ്റ് പ്ലാന്റിന്റെ ആ ഒരു കൂട്ടിൽ പോയിട്ട് അവരുടെ മുട്ടയിടും. പാവ ഹോസ്റ്റ് പ്ലാന്റ് ഇതൊന്നും അറിയാതെ ആ മുട്ടേനൊക്കെ ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയിക്കും അല്ലെ. നമ്മുടെ കാക്കയും അതേപോലെ തന്നെ കുയിലും ഒക്കെ ഉള്ളത് പോലെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഇന്ററാക്ഷന്റെ പേരെന്താടാ? ബ്രൂഡ് പാരസിറ്റിസം അല്ലേ. ഈ ഒരു ടൈപ്പ് ഇന്ററാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൂഡ് പാരസിറ്റിസം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബ്രൂഡ് പാരസിറ്റിസം. മെൻഷൻ വൺ എക്സാമ്പിൾ. ഈ ഒരു ബ്രൂഡ് പാരസിറ്റിസത്തിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാനാണ് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ സ്വന്തം കാക്കയും കുയിലും, കള്ളിക്കുയിലും കാക്കയും, ക്രോ ആൻഡ് കുക്കു ആണ് എക്സാമ്പിൾ. നെയിം ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ മൈക്കോറൈസേ. നമ്മൾ +1 മുതൽ കേൾക്കുന്നത് അല്ലെ മൈക്കോറൈസേ ലൈക്കണൊക്കെ. സോ ഇതാണ് എന്താ മൈക്കോറൈസേ എന്ന് പറയുന്നത്. റെഡി? ക്ലിയർ? യെസ്, മ്യൂച്വലിസം ആണ് മൈക്കോറൈസേ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസം എന്ന് പറയുന്ന ഇന്ററാക്ഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? ഓക്കെ ആണെങ്കിൽ ദാ കമ്മൻസലിസം, ബ്രൂഡ് പാരസിറ്റിസം, ക്രോ ആൻഡ് കുക്കു, മൈക്കോറൈസ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ നോക്കി വെച്ചോ. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ടു ലിവ് ഓൺ ഹോസ്റ്റ്. വാട്ട് ആർ ദേ? നമ്മുടെ പാരസൈറ്റിന് ഹോസ്റ്റിൽ ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോസ്റ്റിന്റെ ബോഡിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ഏതൊക്കെയാ മക്കളെ? ഒന്ന്, presence of adhesive organs അല്ലെ. adhesive organs like suckers ഒക്കെ ഉണ്ടാവും. ഓക്കെ, adhesive organs ആയിട്ടുള്ള സക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവർക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹോസ്റ്റിന്റെ മേലെ. അപ്പൊ എന്താണ്? presence of adhesive organs ഇവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എന്തായിരിക്കും? absence of എന്തായിരിക്കും? digestive system. ഇവർക്ക് digestive system എന്ന് പറയുന്നത് എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. absence of digestive system. ഊറ്റി ജീവിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ അവർക്ക് digestive system അല്ലെ. അപ്പൊ digestive system ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ ഒക്കെ ഇവർക്ക് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അൺവാണ്ടഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ ഇവർക്ക് എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ആവശ്യമുള്ള സെൻസ് ഓർഗൻ മാത്രം മതി അല്ലേ. അൺവാണ്ടഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, ഹൈ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും കേട്ടോ. റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പെറ്റ് പെരുകാനുള്ള കഴിവ് മക്കളെ അത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാരസൈറ്റ്സിന്റെ ആ ഒരു സ്പെഷ്യൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ, ആവശ്യമില്ലാത്ത യാതൊരു സെൻസ് ഓർഗനും ഇല്ല, അതൊക്കെ പോയിട്ടുണ്ട്. പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് or suckers to cling on the host. ഹോസ്റ്റിൽ ഇങ്ങനെ ക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ഹസീവ് ഓർഗൻസ് അല്ലെങ്കിൽ സക്കേഴ്സ് അവർക്ക് പ്രസന്റ് ആയിരിക്കും. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ പോയി. അതൊക്കെ എന്തിനാലേ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ? വേറൊരാൾ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിന് ഊട്ടി ജീവിക്കല്ലേ, പിന്നെ എന്തിനാ വെറുതെ ഡൈജസ്റ്റീവ് സിസ്റ്റം? സോ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. പക്ഷേ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. അപ്പൊ എക്ടോ എന്ന് പറഞ്ഞാൽ, എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം അല്ലെ. ഒരു ഓർഗാനിസത്തിന്റെ ഔട്ട്സൈഡിൽ ജീവിക്കുന്ന ആളെയാണ് എക്ടോ പാരസൈറ്റ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈസ് ഓൺ ഹ്യൂമൻ, നമ്മുടെ തലയിൽ ജീവിക്കുന്ന പേൻ. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിന്റെ ഇൻസൈഡിലായിരിക്കും, ലിവറില്, ലങ്സില്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കിഡ്നി, ആ ഒരു ഓർഗൻസിലൊക്കെ ആയിരിക്കും നമുക്ക് വരെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ എന്താണ് എക്ടോ ആൻഡ് എൻഡോ പാരസൈറ്റ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. പാരസൈറ്റ് ദാറ്റ് ഫീഡ് ഓൺ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് ഓർഗാനിസം ആർ കോൾഡ് എക്ടോ പാരസൈറ്റ്. എക്സ്റ്റേണൽ സർഫസിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെയാണ് എക്ടോ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. എൻഡോ പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ലിവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ബോഡി അറ്റ് ഡിഫറെന്റ് സൈറ്റ്. ലിവർ, കിഡ്നി, ലങ്സ്, റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ തുടങ്ങിയ പല സൈറ്റ്സിലായിട്ട് ബോഡിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അതാണ് നമ്മളുടെ എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്നത്. റെഡി?
അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. അടുത്തത് ഡിഫൈൻ ഗോസസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വിട്ടുപോയാലാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാനും പറ്റൂല, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഗോസസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസ് തമ്മിൽ ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് അടിപിടി ആവാന്ന് വിചാരിച്ചോ, കോമ്പറ്റീഷൻ നടക്കാന്ന് വിചാരിച്ചോ, രണ്ടും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യോ? ഒരിക്കലുമില്ല. ഏതാണോ സുപ്പീരിയർ അവർ ജയിക്കും, ഇൻഫീരിയർ ആയിട്ടുള്ളത് എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് തമ്മിൽ സെയിം റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫീരിയർ വൺ എലിമിനേറ്റ് ആയി പോകും, സുപ്പീരിയർ വൺ ആയിരിക്കും വിജയിക്കുക. അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം റിസോഴ്സസ് cannot coexist indefinitely and the competitively inferior one will be eliminated eventually. ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഇവർ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇവൻച്വലി എലിമിനേറ്റ് ആയി പോകും. സുപ്പീരിയർ ആയിട്ടുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ജയിക്കുന്നുണ്ടായിരിക്കാം. റെഡി? ക്ലിയർ ആണോ? ഇനി രണ്ട് ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് എൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇഫ് NT is the population density at time t, then write down the population density equation at time t plus 1. t എന്ന് പറയുന്ന സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി NT എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ t+1 എന്ന് പറയുന്ന സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. NT+1 എന്ന് നമുക്ക് എഴുതാം അല്ലെ. t+1 സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി NT+1 ആണ്. NT+1 is equal to NT plus, അതായത് t എന്ന് പറയുന്ന സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി പ്ലസ് അതിന്റെ കൂടെ ബർത്തും ഇമിഗ്രേഷനും നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടാവും പോപ്പുലേഷൻ, ഡെത്തും എമിഗ്രേഷനും നടന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വലിയൊരു ബ്രാക്കറ്റ് ഇടാം, ചെറിയ ബ്രാക്കറ്റിനുള്ളിൽ B+I, അതായത് നാറ്റാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് D+E, അതായത് മോർട്ടാലിറ്റി പ്ലസ് എമിഗ്രേഷൻ. അതായത് ഡെത്തും ഇമിഗ്രേഷനും കൂട്ടാണല്ലോ, അപ്പൊ അത് നമ്മുടെ NTന്റെ കൂടെ കൂട്ടാം. എന്നാൽ ഡെത്തും എമിഗ്രേഷനും കുറയ്ക്കുകയാണല്ലോ, സോ അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. NT+1 is equal to NT plus B+I minus D+E. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നോക്കി വെച്ചോ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് BID&E സ്റ്റാൻഡ് ഫോർ? ഇതിൽ ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. സോ ബി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് അല്ലേ, അതെന്താടാ? മോർട്ടാലിറ്റി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ്, സോറി ബർത്ത് റേറ്റ് മോർട്ടാലിറ്റി അല്ലല്ലോ, എന്താണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ആണ്, അതെന്താ? നാറ്റാലിറ്റി ആണ്. എനിക്ക് മാറിപ്പോയ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് ടെൻഷൻ അടിച്ച് ഇങ്ങനെയൊക്കെ മാറിപ്പോട്ടോ, അപ്പൊ ഇങ്ങനെ മാറിപ്പോകാൻ പാടില്ലേ. ബി എന്ന് പറഞ്ഞാൽ നാറ്റാലിറ്റി ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇമിഗ്രേഷൻ ആണ്. ഇത് രണ്ടും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഡി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് അഥവാ മോർട്ടാലിറ്റി ആണ്. ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? എമിഗ്രേഷൻ ആണ്. അപ്പൊ ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കാനാണ് കാരണമാവുന്നത്. ഓക്കെ, അതേപോലെ NT എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ ഡെൻസിറ്റി at time t, population density at time t ആണ് നമ്മളുടെ NT എന്ന് പറയുന്നത്. NT+1 എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1, അതാണ് NT+1 എന്ന് പറയുന്നത്. ഓരോന്നും എന്തിനാണ് ഇംപ്ലൈ ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കാം. അടുത്ത നോക്കിയേ. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ dN/dt is equal to Rn. Then what is R? ആറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ R എന്ന് പറഞ്ഞാല്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് അല്ലെ. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് നമ്മുടെ R എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് K എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ 30 ഷുവർ ക്വസ്റ്റ്യന്റെ ലൈവ് ഇതാ നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ വേഗം നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു തംസ് അപ്പ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പോയിട്ട് കിടന്നുറങ്ങാം. റെഡിയാണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ? Yes. Okay, appo fill in the blanks aane. In a given habitat, the maximum number possible for a species is called a dash of that species in that habitat. ഒരു ഹാബിറ്റാറ്റിലെ മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ സ്പീഷീസ്, അതായത് മാക്സിമം ആവാം പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിന് എന്താ വിളിക്കുക? വേഗം പറഞ്ഞേ, അതിന് എന്താ വിളിക്കുക?
carrying capacity ആണ് അല്ലേ? So it is carrying capacity. Maximum population density നെ നമ്മൾ carrying capacity എന്ന് വിളിക്കും. അത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെക്കാം. B question, sucker fish and shark live in close association is a classic example of. Sucker fish and shark എന്ന് പറയുന്നത് ഏത് ഇന്ററാക്ഷൻ എക്സാമ്പിൾ ആണെന്നാ ചോദിച്ചത്? അത് നമ്മളുടെ കമൻസലിസത്തിന് എക്സാമ്പിൾ ആണ് അല്ലേ? എന്താ കമൻസലിസം എന്ന് വെച്ചാൽ ഒന്നിന് പോസിറ്റീവ് എഫക്റ്റും ഒന്നിന് സീറോ എഫക്റ്റും. ഒന്ന് എന്തായിരിക്കും? ബെനിഫിഷ്യൽ എഫക്റ്റ് ആയിരിക്കും. ഒന്നിന് ഹാർംഫുൾ എഫക്റ്റും ഇല്ല, ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല. അതാണ് കമൻസലിസം. Last question, the relationship between mango tree and orchid is an example of. Mango tree ഉം ഓർക്കിഡും. മാംഗോ ട്രീക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. വല്ല ദോഷമുണ്ടോ? അതും ഇല്ല. അതായത് മാംഗോ ട്രീക്ക് സീറോ എഫക്റ്റ് ആണ്. എന്നാൽ നമ്മുടെ ഓർക്കിഡിനാണെങ്കിലോ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയതാ അല്ലേ? സോ ഓർക്കിഡിന് പോസിറ്റീവ് എഫക്റ്റ് ആണ്. സോ ഇതും എന്ത് തന്നെയാണ്? കമൻസലിസം ആണ്. അതേപോലെ കമൻസലിസത്തിന് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിളും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ സീ അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ്. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? ക്ലോൺ ഫിഷ് അറിയില്ല നിങ്ങൾക്ക്? സൂപ്പർ ഷെർണ എന്ന് പറഞ്ഞ പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് നമ്മുടെ ക്ലോൺ ഫിഷ്. അപ്പൊ ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ കമൻസലിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 30 പക്ക ഷ്വയർ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ കറക്റ്റ് 7 മണിക്ക് പക്ക സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതേപോലെ സുവോളജിയുടെ മാരത്തോൺ ലൈവ് ആയിരിക്കും. എൻറ്റയർ ചാപ്റ്റേഴ്സ്, ആ ഒരു 3 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു മാരത്തോൺ ലൈവിലേക്ക്, നമ്മുടെ സ്റ്റഡി പ്ലാൻ ലൈവിലേക്കും കറക്റ്റ് 7 മണിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും വരാ. ഒറ്റയ്ക്ക് വന്നാൽ പോരാ, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ലൈവിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും വരാനൊക്കെ പറയാട്ടോ. ഓക്കെ, അപ്പം ആരെങ്കിലും നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്, മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. 2000 രൂപയ്ക്ക് നമ്മുടെ +2 മെട്രിക്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തിയറിയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും MCQ, MRQ, MUQ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഹാർഡ് ലെവൽ, മീഡിയം ലെവൽ, ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, മാത്രമല്ല ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ BT കോട്ടണിലെ BT എന്താണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. BT കോട്ടണിലെ BT എന്തിനാണ് ഇംപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ഫുൾ ഫോമും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പറയണം. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കിയാലാണ് നമുക്കൊരു സമാധാനമുള്ളൂ. റെഡി ആണോടാ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ കമന്റ് എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ പോയിട്ട് അടിപൊളിയായിട്ട് നോട്ട് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നാളത്തെ സുവോളജി മാരത്തോൺ ലൈവിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ട് കറക്റ്റ് 7 മണിയാകുമ്പോൾ നിങ്ങൾ വരാം. അപ്പൊ നാളെയും നമുക്ക് 7 മണിക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് കാണാം. അപ്പൊ അതുവരെ എന്റെ കുട്ടികളെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക. അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. പഠിക്കാനുള്ളതൊക്കെ കുറച്ചൊന്നും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് കിടന്നൊക്കെ ഉറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ 7 മണിക്ക് കാണാം. All the very best. Thank you so much. എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ഗുഡ് നൈറ്റ്.